ഈ നിമിഷം വരെ എനിക്ക് ഏകദേശം നമ്മളൊരു 2 മണിക്കൂറിന് മേളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തി തന്നു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവരാജ്യത്തിൽ നമുക്ക് ഇനിയും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൽ നമുക്ക് ഇടയായി തീരട്ടെ. വിശ്വസിക്കുന്നവരെല്ലാം ഈ നിമിഷം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവിന്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ നിന്റെ മേൽ അവകാശമില്ല. ഭൂലോകത്തിനോ ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരികയില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നന്ദി യേശുവേ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. വലിയ അനുഗ്രഹമാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നു എങ്കിലും ദൈവാത്മാവ് നടത്തുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സാക്ഷ്യമായിട്ട് നടത്തട്ടെ. നമുക്ക് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പല സമയങ്ങളിൽ നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം ഒരുക്കട്ടെ. അപ്പോൾ എപ്പോഴാണ് ഇതേപോലെ അന്യഭാഷാ പ്രാർത്ഥന ഉള്ളത് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. എത്ര പേർക്ക് ആഗ്രഹം, എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ പ്രാർത്ഥന? തീർച്ചയായും. അപ്പൊ എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ അതിന്റെ സമയം പോലെ സാഹചര്യം പോലെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ നമുക്കത് ചെയ്യുവാൻ ഇടയായിത്തീരും. ഇല്ല എങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 or 3 പ്രാവശ്യമെങ്കിലും മാക്സിമം അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നു. നാളെ ആഗ്രഹിക്കുന്നെങ്കിലും നോക്കട്ടെ. ഞാൻ അത് നിങ്ങൾക്ക് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ലിങ്ക് വരും. ഇന്ന് അന്യഭാഷ നേരത്തെ ഉണ്ടെന്നുള്ളത്, ഇന്ത്യൻ സമയം 7 മണിക്കുണ്ടെന്നുള്ളത് വരും. ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ പോലെ തന്നെ 8:45 അന്യഭാഷ പ്രാർത്ഥന. ദൈവം സഹായിക്കട്ടെ. കൃപകളാൽ നിറയ്ക്കുമാറാണ്. നമ്മുടെ ശനിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വരുത്തിയായിരുന്നു. അന്യഭാഷ പ്രാർത്ഥന ശനിയാഴ്ചയില്ല, പകരം വേറൊരു ദിവസത്തേക്ക് ഞാനത് പറയാം. നമുക്കത് അന്യഭാഷ പ്രാർത്ഥന വെക്കാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച. പക്ഷേ നമുക്ക് എന്നാളത്തെ പോലെ അത്ര സമയം കാണത്തില്ല. ലീഡർമാർക്ക് വേണ്ടി, ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ അവർക്ക് വേണ്ടി നമ്മുടെ ലീഡേഴ്സ് മീറ്റിംഗ് ഞാൻ ശനിയാഴ്ചത്തേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. അപ്പം കാര്യം ശനിയാഴ്ച കുറച്ചും കൂടെ നമുക്ക് സൗകര്യം, കാര്യം അവധിയുള്ളവർക്കൊക്കെ ഒന്ന് പങ്കുചേരാനും ഒക്കെ ശനിയാഴ്ച കുറച്ചും കൂടെ നിങ്ങളോട് സംസാരിക്കാൻ എല്ലാവരെയും കൂടെ ഒത്തുകിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ ലീഡേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെയുള്ള സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ലീഡേഴ്സ് ഗ്രൂപ്പ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിലേക്ക് യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. അത് നിങ്ങളെ പ്രെയർ ലൈൻ നമ്പറിലേക്ക് കൊടുത്താൽ അവർ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ആ ഗ്രൂപ്പിന്റെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും ഒന്നുകൂടെ എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഏത് അധ്യായമാണ് ധ്യാനിക്കുന്നത് ഓർമ്മയുണ്ടോ? ഏത് അധ്യായമാണ് ധ്യാനിക്കുന്നത്? നമ്മൾ ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് വാക്യങ്ങളാണ്. ഏത് കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്? ഏത് കാര്യമാണ് ധ്യാനിക്കുന്നത്? നമ്മുടെ അനുഗ്രഹങ്ങളെ, എന്തു വിഷയമാണ്? പൗലോസ് ലീഗ് ഒരു കാര്യം പരാമർശിച്ചാണ് ആരംഭിച്ചത്. അനദർ ഗോസ്പൽ. അത് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. യഥാർത്ഥ സുവിശേഷവും മറ്റൊരു സുവിശേഷവും, അതാണ് വ്യത്യാസം.
അപ്പൊ കർത്താവ് സഹായിക്കട്ടെ. ഇന്നലെ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ നേരത്തെ പോയവർക്ക് അത് കേൾക്കാൻ പറ്റില്ല. എത്ര പേര് ഇന്നലെ സാക്ഷ്യമൊക്കെ കേട്ടു? വലിയ ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യം ഇന്നലെ കേട്ടായിരുന്നു. എത്ര പേര് ഇത് കേട്ടു? കേട്ടു കേട്ടു ഞാൻ നിങ്ങളോട് എപ്പോഴും പറയല്ലേ, കൂട്ടായ്മ ആചരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന ഘടകം എന്നാന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ചില സമയത്ത് ഒരു ഓവർഫ്ലോ വരും. ഇന്നലെ നമുക്ക് അങ്ങനത്തെ ഒരു ഓവർഫ്ലോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂട്ടക്കൂട്ടമായ സൗഖ്യങ്ങൾ നടന്നത്. അപ്പൊ ദൈവാത്മാവ് ഏത് സമയത്താണ് ഇത് പ്രവർത്തിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ വലിയ ഓവർഫ്ലോ വരുന്ന സമയത്ത് നിങ്ങൾ കൂട്ടായ്മ, അതുകൊണ്ട് ആ സമയത്ത് ബ്രദറെ എനിക്ക് ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറി നാളെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. എപ്പോഴാണ് ആ ഫ്ലോ വരുന്നത്, ചാടി പിടിച്ചോണം. എന്നാൽ നമ്മൾ ഒത്തിരി ആ യൂട്യൂബിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാക്ഷ്യം മാത്രം തന്നെ ഏകദേശം ഒരു 40 മിനിറ്റിന് മേളിൽ സാക്ഷ്യം തന്നെ എനിക്ക് തോന്നുന്നത് 40 മിനിറ്റ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ദൈവം പ്രവർത്തിച്ച സാക്ഷ്യങ്ങൾ, ആലോചനകളുടെ നിവൃത്തികൾ, പ്രവചനം കേട്ട് അതിന്റെ നിവൃത്തി തലത്തിലേക്ക് വന്ന സാക്ഷ്യങ്ങളൊക്കെയും കേട്ടു. അപ്പൊ ഈ പ്രെയർ ലൈനിലേക്ക് പിന്നീടും സാക്ഷ്യം വരുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ പ്രെയർ ലൈനിൽ അയക്കപ്പെട്ട ഒരു സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നവർ, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് റെസ്പോണ്ട് ചെയ്യണം. എന്നിട്ട് ഞാനത് പ്ലേ ചെയ്യുവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണേ. ഹലോ അജിത സിസ്റ്റർ, ഞാൻ സാക്ഷ്യം പറയാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ലൈവിൽ കാണുന്നവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ ലൈവിന്റെ ഓക്കെ ലൈവിൽ ഓക്കെയാണ്. അപ്പൊ ഞാനിപ്പോ ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ കേട്ടോണ സാക്ഷി വേണ്ടി പറയുകയാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥനയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം മാസ്റ്റർ ബ്രദർ പറഞ്ഞു, എൻ്റെ രോഗത്തിൻ്റെ അശുദ്ധമാവ് എല്ലാ ശരീരത്തിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 കൈ തന്തവിരലിൻ്റെ വലത് കൈ ഇടത് കൈയിലും തന്തവിരലിൻ്റെ കുഴയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. 3 വർഷത്തോളമായിരുന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് പിടിച്ച് നോക്കിയിട്ടും വേദനയില്ല. ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. സാക്ഷ്യം ഞാൻ പറയാം സിസ്റ്ററോടാണ് പറയുന്നത്. െന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? ആ സഹോദരി പറഞ്ഞത് ഇന്നലത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ പറയാൻ പറ്റാത്ത സാക്ഷ്യം, അതായത് സഹോദരിക്ക് ഇരിക്കുന്ന യൂട്യൂബിലാന്ന് തോന്നുന്നു, നമ്മുടെ പ്രെയർ ലൈനിലേക്ക് അയച്ചു. എത്ര പേര് ഇത് കേട്ടു ആ സാക്ഷ്യം? 3 വർഷമായിട്ട്. എത്ര വർഷമായിരുന്നു സഹോദരിക്ക് ബുദ്ധിമുട്ട്? കൃത്യമായി കേൾക്കുന്നില്ല. 3 വർഷമായിട്ടെന്നാ പറഞ്ഞത്. 3 വർഷമായിട്ട് സഹോദരിക്ക് കൈത്തണ്ടയിൽ വേദന, 2 കാര്യത്തിലും വേദനയായിരുന്നു. കഴിച്ചു പൊട്ടുന്നത് പോലെ വേദനയായിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ച് കൽപ്പിച്ചു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, സൗഖ്യം അവകാശമാണെന്ന് വിശ്വസിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? രോഗം വിട്ടുമാറി. 3 വർഷം. ഇന്ന് നമ്മൾ കേട്ടു 20 വർഷമായതും 10 വർഷമായതും 5 വർഷമായതും. ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ കാലമായെന്നുള്ളത് പറയുമ്പോൾ എത്ര കാലമായെന്ന് ഞാൻ ചോദിക്കാൻ എന്നാ കാരണം? എന്താ കാരണം അറിയാവോ ആർക്കെങ്കിലും? എത്ര കാലമായെന്ന് ചോദിക്കാൻ? ഇത്രയും വർഷമായതും ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ ആമേൻ. അപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്രയും വർഷമായി രോഗിയാക്കി ബന്ധിച്ച പിശാചിന്റെ സന്തോഷത്തെ അവിടെ തകർക്കുകയും, 2, ഇതേപോലെ ചിലപ്പോൾ തകർന്നിരിക്കുന്ന ആരെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ഇതേപോലെ പ്രതീക്ഷ അറ്റുപോയി ഇനി എനിക്കൊരു ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുമ്പം അവർക്ക്, നിങ്ങൾ കുറേ വർഷം എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും എന്തുവാ എനിക്ക് 10 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുക. അപ്പം അത് കേൾക്കും, അയ്യോ ഞാനും 10 വർഷമായിട്ട് ഈ രോഗം അനുഭവിക്കുന്നവരാണ്, അപ്പൊ എനിക്ക് സൗഖ്യത്തിന് സാധ്യതയുണ്ട്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് വചനം പറയുന്നല്ലോ. അതേപോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും ഒന്നും കൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഒന്നും കൂടെ ഷെയർ ചെയ്യാവോ? പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടെ ഷെയർ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഗ്രൂപ്പിൽ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ആമേൻ ആമേൻ.
കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ ദൈവം ഉത്സാഹിപ്പിക്കുന്നു. നീണ്ട സമയങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമുക്ക് 7 മണിക്കൂർ തുടർമാനമായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഏകദേശം 2.5-3 മണിക്കൂറോളം അടുത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. മുന്നോട്ട് എന്തിനാണ് നമ്മളെ ദൈവം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എല്ലാവരേക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാവരേക്കാൾ അധികം ദൈവസന്നിധിയിൽ അധ്വാനിക്കുവാനും അധികം ഓടുവാനും കർത്താവ് സഹായിച്ചു. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ അല്ലേ? തോമസ് പാറ, സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഇല്ല എന്ന് ചിലർ മെസ്സേജ് അയക്കുന്നു. ഓക്കെ, അപ്പൊ സൗണ്ട് ക്ലിയർ ആകാത്തവർ നിങ്ങൾക്ക് അറിയാലോ, ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്യുക, വീണ്ടും ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതെങ്കിൽ നിങ്ങൾ സൂം അപ്ഡേറ്റ് ചെയ്യുക, അപ്പൊ സൗണ്ട് ക്ലിയർ ആകുന്നതായിരിക്കും. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വേഗത്തിൽ പിന്നെയും വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ്. ചില വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ആ വാക്യങ്ങൾ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കേൾക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതലൊന്ന് മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത് സ്ക്രീനിൽ വരുന്നതായിരിക്കും ആ വാക്യങ്ങൾ. ഗലാത്യ ലേഖനം നമ്മൾ പഠിച്ചു. പൗലോസ്ലീഹായ്ക്ക് തന്റെ ജീവിതത്തിനകത്തുണ്ടായ യാത്രകളിൽ അദ്ദേഹം സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് ഗലാത്യ സഭ. ഗലാത്യ സഭയുടെ പ്രത്യേകതകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വളരെ ദേഷ്യത്തോടെ പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ ആര് എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നു. നോക്കിക്കേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടും നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ ആര് എന്ന് പൗലോസ്ലീഹ ചോദിക്കുക. ആ വാക്യം നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു വ്യക്തിയെ കൂടോത്രം ചെയ്ത് മയക്കി എന്നതുപോലെ പൗലോസ്ലീഹ പറയുക, നിങ്ങളെ യേശു ക്രിസ്തുവിൽ നിന്നും, നിങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്നും നിങ്ങളെ വരച്ച് കാട്ടിയിട്ടും നിങ്ങൾക്ക് എന്താ പറഞ്ഞ, നിങ്ങൾ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവരാ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കും, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവരാര്? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, ഗലാത്യ സഭ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്തുതിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവർ മറ്റൊരു സുവിശേഷത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവർ മറ്റൊരു സുവിശേഷത്തിലൂടെയാണ്, പുത്രന്റെ സുവിശേഷത്തിൽ നിന്നും, പുത്രത്വത്തിന്റെ സുവിശേഷത്തിൽ നിന്നും. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, ഒത്തിരി സൗഖ്യങ്ങൾ അവകാശം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, സൗഖ്യം നിങ്ങളുടെ ആവശ്യമാണോ അത് അവകാശമാണോ എന്ന് പറഞ്ഞ്, സൗഖ്യം നമ്മുടെ ആവശ്യമാണോ അവകാശമാണോ? സൗഖ്യം അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, നോക്കിയേ, സൗഖ്യം അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ എന്താ അവിടെ സംഭവിച്ചു നിങ്ങൾ കേട്ടു നോക്കിയേ. സൗഖ്യം ഒരു വ്യക്തിയുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുവാണ്, അവിടെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. എന്നാൽ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു, അവർ ഈ സുവിശേഷം കേട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, അപ്പോസ്തലനായ പൗലോസ്ലീഹ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ് അവരോട്. ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയത് ആരാണ് എന്നിട്ട് ചോദിക്കുകയാണ്. ഇതൊന്നും മാത്രം ഞാൻ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. എന്താണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്? ഇതൊന്നും മാത്രം നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടാണോ? പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പൊ ആദ്യം തന്നെ പറയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടും നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയവൻ ആര് എന്ന് ചോദിച്ചിട്ട് പൗലോസ്ലീഹ ചോദിക്കുക. അടുത്ത വാക്യത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതൊന്നും മാത്രം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണ പുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് കർമ്മമാർഗം, അതായത് ഇത് ചെയ്യ്, അത് ചെയ്യ്, ഇത് തുടരുത്, അത് തുടരുത്, ഇത് മൊത്തം ചെയ്ത് 1200 കൽപ്പനകൾ കേട്ട് യാഗങ്ങൾ അർപ്പിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചതാണോ അതോ നിങ്ങൾക്ക് അടുത്ത വാക്യത്തിൽ പറഞ്ഞു നോക്കി, അടുത്തൊരു വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അടുത്ത വാക്യത്തിൽ പറയാം, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ട് സമാപിക്കുന്നുവോ? ഹല്ലേലൂയ.
അടുത്ത വാക്യത്തിൽ പറയുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങളിപ്പം ജഡം കൊണ്ട് സമീപിക്കുവാൻ നോക്കുന്നു, അല്ലെങ്കിൽ ജഡം കൊണ്ട് നിങ്ങൾ അതിനെ തീർക്കുവാൻ. അതിൻ്റെ അർത്ഥം ജഡമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കാര്യമാണോ കർമ്മമാർഗത്തിലൂടെ ചെയ്ത് കിട്ടാൻ വേണ്ടി നോക്കുന്നത്, അത് മുഴുവനും ജഡീക മാർഗമാണ്. എവിടെയാണോ കർമ്മമാർഗത്തിലൂടെ നിങ്ങൾ ചെയ്യുവാൻ നോക്കുന്നത്, അത് മുഴുവനും ജഡീകമായ മാർഗമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കെട്ടണം അല്ലെങ്കിൽ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കിയാൽ അത് കർമ്മമാർഗമാണ്. ആമേൻ. അടുത്ത വാക്യത്തിൽ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് നോക്കിക്കേ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്തവൻ. അടുത്ത വാക്യം പറയുന്നു, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്ത ദൈവം. ആത്മാവിനെ നൽകി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണോ? പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്, നിങ്ങൾ ന്യായപ്രമാണ പുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ അതും ഇതും എല്ലാം ചെയ്താണ്. കഴിഞ്ഞ ദിവസം എപ്പോഴും പറഞ്ഞില്ലേ, പുതിയ നിയമ വിശ്വാസി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഉപവസിക്കേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി ഉപവസിക്കേണ്ട കാര്യമില്ല. പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്കറിയാൻ, പഴയ നിയമത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഉപവാസമാണ്, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ഉപവാസമാണ്. അപ്പൊ പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വീര്യപ്രവർത്തികൾ നൽകിയത്, പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഇതിൽ ഏതാണ് അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചതെന്ന് പറ. എങ്ങനെയാ പരിശുദ്ധാത്മാവിന് ലഭിച്ചത്? വിശ്വാസത്തിൽ. അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിശ്വാസത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെന്റെ അവകാശമാണ്. അതായത് കേൾക്കുന്ന കാര്യത്തെ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണോ കേൾക്കുന്നത്, ആ കേൾക്കുന്ന കാര്യം വിശ്വസിക്കുന്നതിലൂടെയാണോ നിങ്ങൾ അത്ഭുതം നടക്കുന്നത്? ആണ്. ഇതിലേതാ നിങ്ങൾക്ക് അത്ഭുതം നടക്കുന്നത്? നിങ്ങൾ കേട്ട വചനം വിശ്വസിച്ചപ്പോഴാണോ അത്ഭുതം ഉണ്ടായതോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ? നേർച്ച കാഴ്ച വല്ലതും ചെയ്തുകൊണ്ടാണോ? അപ്പൊ ഗലാത്യ സഭ മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി. അവരെന്ത് സുവിശേഷത്തിലാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഗ്രഹം കിട്ടണമെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത് മുഴുവൻ കേട്ട് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. ഇനി ഏത് കാലഘട്ടത്തിലും ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വാസ മാർഗമല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ ശാപത്തിന്റെ സുവിശേഷം കേൾക്കുന്നവന്റെ ജീവിതത്തിൽ ശാപമുണ്ടാകും. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളുടെ മേൽ അത് വന്നിരിക്കുന്നത്, ചെയ്യാതിരുന്നാലോ ഈ ശാപമൊക്കെയും നിങ്ങളുടെ മേൽ വരുമെന്ന് ബൈബിളിൽ പറയുന്നു. അപ്പൊ നിങ്ങൾ ഏത് സുവിശേഷത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? ഗലാത്യ സഭയോട് ചോദിക്കുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ നോക്കിക്കേ, നടക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാ. ഇന്നലെ നമ്മൾ കേട്ടു രോഗസൗഖ്യം നടക്കുന്നത്, നമ്മൾ കേട്ടു, അനുദിനം നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് രോഗസൗഖ്യം നടക്കുന്നത്? നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ മുറിക്കകത്തിരുന്നു കൊണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലത്തിരുന്നു കൊണ്ട്, നിങ്ങളുടെ യാത്രയിലിരുന്നു കൊണ്ട് നിങ്ങൾ ആ വചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിൽ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നത്? നിങ്ങൾ വിശ്വാസം തരുന്ന പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? സൗഖ്യം എൻ്റെ അവകാശമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, സഹോദര സഹോദരി സൗഖ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയും? ഇച്ചിരി ബുദ്ധിമുട്ടാ, ഇച്ചിരി പാടാ, കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഇത് മൊത്തം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ സൗഖ്യം നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ എന്തു പാടാ അല്ലേ? ഇതിൽ ഏതാ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്? നിങ്ങൾക്ക് വിശ്വസിച്ച് സൗഖ്യം ലഭിക്കുന്നതാണോ എളുപ്പം, അതോ നിങ്ങൾ പ്രവർത്തിച്ച് സൗഖ്യമാകുന്നതാണോ എളുപ്പം? വിശ്വസിച്ച് സൗഖ്യം ലഭിക്കുന്ന.
വിശ്വസിച്ച് സൗഖ്യമാകുന്നത്. ഒരു മിനിറ്റ്. നല്ലത്. അതെ, വിശ്വസിച്ച് സൗഖ്യം ലഭിക്കുന്നത്. ബ്രദർ അതിലേ പോയി. കേൾക്കുന്നില്ല. ബ്രദർ അതിലേ പോയി. നിങ്ങൾ അനാവശ്യമായിട്ട് ഞാൻ സംസാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളും അത് ശ്രദ്ധിക്കുക. ബാക്കി അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കുന്നവൻ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിനാലാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം ഒരു വ്യക്തി കേൾക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് എന്തുണ്ടാകുന്നു? വിശ്വാസത്താലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വീര്യപ്രവർത്തികൾക്കാണ് പ്രാധാന്യം. അപ്പൊ പൗലോസ്ലീഹ ചോദിക്കുവാണ്, നിങ്ങൾ ഇത്രയും നാളും കേട്ട് വിശ്വസിച്ച് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച, നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്ത കർത്താവ് നിങ്ങൾ ഏത് സുവിശേഷം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കാർ പറഞ്ഞു, ഞാൻ ഉപവാസത്തെ പറ്റി എടുത്തപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ചിലർക്ക് ബ്രദറെ നിങ്ങൾ ഉപവാസം എടുക്കുന്നത് കിട്ടാൻ വേണ്ടിയാണോ അത് കിട്ടിക്കഴിഞ്ഞത് കൊണ്ടാണോ? നിങ്ങൾ പറയാം, എന്തിനാണ് നമ്മൾ ഉപവാസം എടുക്കുന്നത്? അടുത്ത ഉത്തരത്തിലേക്ക് വരാം. കിട്ടാൻ വേണ്ടിയാണ് ഉപവാസിക്കുന്നത്. ദൈവത്തിലേക്ക് പറ്റിയിരിക്കാം, കൂടുതൽ അടുക്കുക. കിട്ടാൻ വേണ്ടി ഉപവസിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് കേട്ടോണം, ഉപവസിക്കുന്നത് കിട്ടാൻ വേണ്ടിയല്ല, ഉപവസിക്കുന്നത് ദൈവത്തോട് പറ്റിയിരിക്കാൻ. പുതിയ നിയമത്തിൽ ഉപവാസം. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു വാക്ക് ഞാൻ എടുത്ത് പറയാൻ കാര്യം, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ പറയുകയാണ്, കർത്താവ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ ഏതോ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, ഞാനത് കേട്ടാൽ ആ സുവിശേഷത്തിന്റെ പേരാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സുവിശേഷം. ഗലാത്യ സഭ മറിഞ്ഞു പോയതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ല അവിടെ വെളിപ്പെടുന്നത്. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് പകരമായിട്ട് മനുഷ്യന്റെ പ്രവൃത്തിയിലേക്ക് അവർ പോയി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് കൊണ്ടാണോ? അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം ആരാണോ കേൾക്കുന്നത് അവരുടെ ഉള്ളിൽ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ അറിയണം. അതിന് നിങ്ങളുടെ എന്ത് ആവശ്യമാണ്? വാഗ്ദത്ത വചനം ആവശ്യമാണ്. വാഗ്ദത്ത വചനം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ആ വിഷയം നിങ്ങളുടെ അവകാശമാണോ അതോ നിങ്ങൾ ആവശ്യക്കാരാണോ എന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവകാശി ആരാണ്? അവകാശിയുണ്ട്, ആവശ്യക്കാരനുമുണ്ട്. ആരാണ് അവകാശി? ഇന്നലെ നമ്മൾ കേട്ടായിരുന്നു, ഗലാത്യ ലേഖനം തുടങ്ങിയപ്പോൾ ആരാ പ്രിവിലേജ് ഉള്ള അവകാശികൾ ആരൊക്കെയാ? എങ്ങനെയാ മക്കളായത്? ആമേൻ. യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർക്ക് അവകാശമായി വചനം മാറുകയും അല്ലാത്തവർ ആവശ്യക്കാരാണ്. ഇപ്പൊ ഞാൻ പറയുന്നു, എന്റെ കർത്താവേ എനിക്ക് സൗഖ്യം കിട്ടിയാൽ കൊള്ളാവായിരുന്നു, ഞാൻ ആവശ്യക്കാരനാ. പക്ഷെ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാനത്തിലൂടെ രക്ഷയിലേക്ക് വന്നവർക്ക് സൗഖ്യം ആവശ്യമല്ല, സൗഖ്യം അവകാശമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, സൗഖ്യം ആവശ്യമുള്ളവരും അവകാശികളും വ്യത്യാസമുണ്ട്. അവകാശികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നു, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടിട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങൾ അവകാശികളായിട്ട് മാറും. അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം തുടർച്ചയായിട്ട് കയറുമ്പോൾ ഇത് എനിക്കുള്ളതാണ്, ഇത് എൻ്റെ അവകാശമാണ്, തകരാൻ വേണ്ടി ഉള്ളവനല്ല ഞാൻ, കടഭാരം കൊണ്ട് മുടിഞ്ഞു പോകാനുള്ളവനല്ല ഞാൻ, എൻ്റെ തലമുറ വഴിതെറ്റി പോകാനുള്ളതല്ല, എൻ്റെ കുടുംബം ചെതറി പോകാനുള്ളതല്ല, എൻ്റെ ജീവിതം വഴിതെറ്റി പോകാനുള്ളതല്ല, എൻ്റെ കുടുംബജീവിതം തിന്നിമാറി പോകാനുള്ളതല്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ കുടുംബം രക്ഷ പ്രാപിക്കുവാനുള്ള കൂട്ടത്തിലുള്ളവർ ഞങ്ങൾ അവകാശികളാണ്. പക്ഷെ ഗലാത്യ സഭ ഇതിൽ നിന്നെല്ലാം മാറിപ്പോയിട്ട് നുഴഞ്ഞു കയറിയ യഹൂദന്മാര് പഠിപ്പിച്ചു, അയ്യോ പ്രാർത്ഥനയും വിശ്വാസവും ഒന്നും മാത്രം പോരാ,
ചുമ്മാ അന്യഭാഷ പറഞ്ഞുകൊണ്ട് വചനം പറഞ്ഞു നടന്നാലും രക്ഷപ്പെടാനൊന്നും പോണില്ല. രക്ഷപ്പെടണമെങ്കിൽ പഴയ നിയമം മുതൽ മോശ മുഖാന്തരം നിന്ന് 1200 കൽപ്പനകളും യാഗങ്ങളും അതും ഇതുമെല്ലാം അനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വലിയ പ്രസംഗങ്ങൾ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ഗലാത്യ സമൂഹം ശരിയാണല്ലോ, 40 ദിവസം നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി അങ്ങ് ഉപവസിച്ചേക്കാം. നോക്കിക്കേ, ഒരു വിഷയം മാറാൻ വേണ്ടി 40 ദിവസം അങ്ങ് ഉപവസിക്കാൻ അവർ തുടങ്ങി. അപ്പൊ പൗലോസ് വന്നിട്ട് പറയാ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകിയിരിക്കുന്നു. അതായത് ഉദാഹരണം പറഞ്ഞാൽ അവർ രോഗം മാറാൻ വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? 40 ദിവസം ഉപവസിക്കാൻ തുടങ്ങി. രോഗം മാറാൻ വേണ്ടി 40 ദിവസം കർത്താവേ രോഗം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപവസിക്കുമ്പോൾ പൗലോസ് പറയാം, സഹോദര, നിന്റെ അവകാശമാണ് സൗഖ്യം. ഇപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? സൗഖ്യം നിന്റെ അവകാശമാണ്. അതിനുവേണ്ടി നീ 40 ഇരിക്കണ്ട, പകരം വിശ്വാസത്തിന്റെ പ്രസംഗം കേക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് വിളിച്ചു പറ, സൗഖ്യത്തിന് ഞാൻ അവകാശിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അനദർ ഗോസ്പൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സുവിശേഷത്തിന് വിപരീതമായ സുവിശേഷം ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരു വിഷയം മാറാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നേർച്ച വേണ്ട, കാഴ്ച വേണ്ട. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മറുവില ആയി തീർന്നു. എന്താ ഈ മറുവില? വില കൊടുക്കേണ്ടടുത്ത് വില കൊടുത്തു എന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത്, എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും, ഫിലിപ്പിയാലെന്ന് പറഞ്ഞു, ഓൾ യുവർ നീഡ്സ്, എന്റെ സകല ആവശ്യങ്ങളെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ഏതാ വാക്യം എന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്റെ ദൈവമോ മഹത്വത്തോടെ, ഒന്ന് പറഞ്ഞു, ഏത് വാക്യമാ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ 1 കുറിച്ചും വിചാരപ്പെടണ്ട. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്ത് ചെയ്യണം? സകലതും ദൈവത്തോട് അറിയിക്കണം. എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷകരെ പറയുകയാണ്, സകല ആവശ്യങ്ങളും 19-ാം വാക്യം 4:19 പറഞ്ഞു, എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. നോക്കി ഈ വാക്യം കൊണ്ടോ, തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തന്നിരിക്കും. My God shall supply all your needs according to his riches in glory by Christ Jesus. നോക്കിക്കേ, നിങ്ങൾ ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടെന്നാണ് മലയാളത്തിലേക്ക് വരുമ്പോഴേക്ക്. ഇംഗ്ലീഷ് വാക്യം നോക്കിക്കേ, God shall supply all your needs. എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അത് മുഴുവനും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും. ഒന്നും വ്യാകുലപ്പെടണ്ട, അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. റോമാലേഖനം 8-ാം അധ്യായം പറഞ്ഞിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? പക്ഷെ ഞാൻ പറയുക, അത് കിട്ടണമെങ്കിൽ 3 ദിവസം അതിനുവേണ്ടി ഉപവസിക്കണം. ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? കേട്ടെ, ഇതാണ് വാസ്തവം. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഉപവസിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പ്രശ്നം ഞാൻ പറയാം, നിങ്ങൾ പിന്നെയും അനദർ ഗോസ്പലിലേക്ക് പോകുന്നു, പ്രവൃത്തി സുവിശേഷത്തിലേക്ക് പോകുന്നു. പ്രവൃത്തി സുവിശേഷത്തിലേക്ക് പോയാൽ എന്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുന്നതിന് പകരം നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഒന്നുകൂടെ ഞാൻ പറയാം, കിട്ടിയ സാധനത്തിന് വേണ്ടി പിന്നെയും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഉപവസിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, കിട്ടിയതിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ ബ്രദർ, ഞാൻ പിന്നെ എന്നാ ചെയ്യേണ്ടത്? ബ്രദർ പറ, ഞാൻ ഈ കണ്ട വിഷയത്തിൽ ഭാരപ്പെടുമ്പോൾ ഉപവസിക്കാതെ പിന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കുക നിങ്ങളോട്. അപ്പൊ പൗലോസ് ക്രൂശിന്റെ രൂപം അവിടെ വരച്ചു വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ആണോ? അവിടെ ഏതെങ്കിലും ഒരു ചുമരെ വന്നിട്ട് പൗലോസ് പറയുക, 3 ആണിമേൽ തറയ്ക്കപ്പെട്ട യേശുവിന്റെ ആ തിരുരൂപത്തെ അവിടെ വരച്ചു കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ ആരാണ് തിരിച്ചും ഏറെ ക്രിസ്തുവിനെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, വരച്ചു കാണിക്കുക എന്ന് പറഞ്ഞ്. നോക്കിക്കേ, പൗലോസ്ലീഹ പറയും, യേശുവിന്റെ ശരീരത്തിലെ മുറിവ് നോക്കിക്കേ, കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയ കുത്തു നോക്കിക്കേ, ആ മുറിവിനെ ഇങ്ങനെ നോക്കി കാണിച്ചിട്ട് പറയുകയാണ്, ആ ഓരോ മുറിവും നിങ്ങളുടെ ക്യാൻസറുകൾ, ട്യൂമറുകൾ, വേദനകൾ, രോഗങ്ങളൊക്കെയും സൗഖ്യമാകേണ്ടതിനുള്ള വില കൊടുത്തിരിക്കുന്നു. ഗലാത്യ സഭയെ പഠിപ്പിക്കുക, ആ ഓരോ മുറിവിന്റെ അകത്തുനിന്നും നിങ്ങളോട് വിളിച്ചു പറയുന്നു, നീ സൗഖ്യമായിരിക്കുന്നു. സൗഖ്യം നിന്റെ അവകാശമാണ്. നീ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. ബിലീവ്.
വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാ പറയുന്നത്. അപ്പൊ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഒരു മിനിറ്റ്. വചനം പറയുന്നത് പോലെ തന്നെ ഓൾ യുവർ നീഡ്സ്, നോക്കിക്കേ, സകല ആവശ്യങ്ങളും മഹത്വത്തോടെ തൻ്റെ, ഈ വാക്ക് നോക്കിയ മഹത്വത്തോടെ എന്നൊരു വാക്ക് കണ്ടോ? മഹത്വത്തോടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ മഹത്വം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ നന്നായിട്ട് ആ ദൈവസന്നിധിയിൽ ഉപവസിച്ചത് മേടിച്ചതാന്ന് പറയുവാൻ മഹത്വം എടുക്കാൻ പറ്റത്തില്ല. നോക്കിക്കേ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും. മഹത്വം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഉപവസിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിട്ട് പൗലോസ് പറയാണ്, ക്രൂശിൽ യേശു വില കൊടുത്തത് കൊണ്ട് എനിക്കത് അവകാശമായി വന്നിരിക്കുന്നു പറയാനേ വകുപ്പുള്ളൂ. അപ്പൊ എന്തിനാ ഉപവസിക്കുന്നത്? ഉപവസിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കർത്താവുമായിട്ട് ചേർന്നിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ജോലിക്കിടക്കി ഉപവസിക്കുന്നത് ഉപവാസമല്ല. അപ്പൊ പലരും പറഞ്ഞു, ബ്രദറെ ഞാൻ ജോലിക്കിടക്കി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, രാവിലെ മുതൽ ഉപവാസത്തോടെ ഇരിക്കുന്നു. അപ്പൊ ഞാനെന്ന് പറഞ്ഞായിരുന്നു, ആ ഉപവാസം ശരിയാണോ തെറ്റാണോ പറ? ജോലിക്കിടക്കി ഉപവസിക്കുന്നത് ശരിയോ തെറ്റോ? ഒരു ആവശ്യത്തിന് വേണ്ടി അല്ല. നിങ്ങൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ആഹാരത്തെ മറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കണം. അതെന്തേലും കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇതാണ് വ്യത്യാസം. ഞാൻ വ്യത്യാസം പറഞ്ഞു തരാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അനദർ ഗോസ്പലിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കും. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്, ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. ഇത് 27-ാമത്തെ വാക്യം നോക്കി അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? 27-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗം. അതുകയാൽ പ്രശംസ എവിടെ പോയി? പ്രശംസിപ്പാൻ പറ്റത്തില്ല, അത് പോയി. ഇനി അത് പ്രശംസിക്കുന്ന പരിപാടിയില്ല. ഞാൻ 40 ദിവസം ഉപവസിച്ചത് കൊണ്ട് അത് കിട്ടിയെന്ന് പ്രശംസിപ്പാൻ വകയില്ല. ഏത് മാർഗത്താൽ? ഇത് കർമ്മമാർഗമല്ല. എന്താ ഈ കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ? കർമ്മമാർഗം എന്തുവാ? എന്താ കർമ്മം എന്ന് പറഞ്ഞ എന്തുവാ? നിങ്ങൾ ചെയ്ത് നേടാൻ നോക്കുന്നത് കർമ്മമാർഗം, ചെയ്ത് കിട്ടാൻ നോക്കുന്നത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാ. അറിയണം നമ്മള്. പൗലോസ്ലീഹ പറയുകയാണ്, ഗലാത്യ സഭയോട് ചോദിക്കുമ്പോൾ ഇത് മൊത്തം പഠിപ്പിച്ചിട്ടാ പൗലോസ് പറഞ്ഞത്. റോമാലേഖനമൊക്കെ പഠിപ്പിച്ചിട്ടാ പറയുന്നത് ഇത് കർമ്മമാർഗം. എൻ്റെ അർത്ഥം, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് മഹത്വപ്പെടുത്തി ഞാനത് ചെയ്തത് കൊണ്ട് ദൈവം എനിക്ക് തന്നു എന്ന് പറയാൻ വകുപ്പില്ല. ഇത് വിശ്വാസമാർഗമാണ്. എന്താ വിശ്വാസമാർഗം? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തുവെന്ന് ഞാൻ ആ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് ഞാൻ പറയുന്നു, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഇത് മുഴുവൻ എനിക്ക് അവകാശമാണ്, ഞാൻ അത്ഭുതം കാണും, എനിക്കിത് അവകാശമാണെന്ന് പറയുമ്പോൾ ഇതാണ് വിശ്വാസമാർഗം. എൻ്റെ അർത്ഥം, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, ക്രൂശ് കണ്ടിട്ടില്ല, ക്രൂശിലേക്ക് വേണ്ടി വില കൊടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ലോകം പറയുന്നത് എനിക്ക് വിഷയമല്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. ആ വിശ്വാസമാർഗമാണ് നമ്മളായിരിക്കുന്നത്. നോക്കിക്കേ, ആ വിശ്വാസമാർഗത്തെ പറ്റി പൗലോസ് പറഞ്ഞത് ബൈ ദ ലോ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നിയമമാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, എൻ്റെ പ്രശ്നങ്ങളിൽ ആദ്യം നിങ്ങൾ വചനം കേൾക്കണം. ഓടി വന്ന്, ഞാൻ പണ്ടൊരു ബ്രദർ പറഞ്ഞ പോലെ, ഒരു ബ്രദർ അല്ല, എനിക്കറിയാവുന്ന ഒരു അച്ചായന, ഒരു വ്യക്തി വീട്ടിൽ മുഴുവൻ കടഭാരവും തകർച്ചയാക്കിയ,
തടകവാരം തകർച്ചു ഞെരുക്കത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ ഒരു പ്രാർത്ഥന വെക്കണം, ഇല്ലാത്തൊരു സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ അച്ചായൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 3 ദിവസം നമുക്കൊരു ഉപവാസ പ്രാർത്ഥന അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഒരു റേറ്റും അങ്ങോട്ട് പറഞ്ഞു. ഒരു ദിവസം എനിക്ക് വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ട 5000 രൂപ എന്തോ റേറ്റ് എന്തോ, അങ്ങനെയൊന്നും ചെയ്യുന്നത് തെറ്റാകട്ടോ. അങ്ങനെ ആരും പൈസ മേടിക്കരുത്. 5 ദിവസം പ്രാർത്ഥന, 3 ദിവസം പ്രാർത്ഥന, ഒരു ദിവസം 5000 വെച്ച് 3 ദിവസം ആകുമ്പോഴേക്ക് എത്ര രൂപയായി? 15,000 15,000 രൂപയായി. അപ്പൊ നലച്ചു നോക്കിയ പുള്ളി റേഷൻ കട അരി മേടിച്ചിട്ട് വിളിക്കുക ഉപവാസ പ്രാർത്ഥന വെക്കാൻ വേണ്ടി. ഒന്ന് നോക്കിക്കേ. അപ്പൊ പ്രവർത്തിച്ച് നേടുന്ന പരിപാടി അല്ല ഇത്. കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നത് അല്ല ഇത്. കർമ്മ മാർഗമല്ല ഇത്, വിശ്വാസ മാർഗമാണ്. തിരിച്ചറിയണം. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, കൂട്ട സൗഖ്യത്തിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. 20 വർഷവും 10 വർഷവുമായിട്ടുള്ള രോഗങ്ങൾ വിട്ടുമാറിയെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ബ്രദറിന് വല്ലോ കാശ് കൊടുത്തോണ്ട് വല്ലോ ആണോ സൗഖ്യം നടന്നത്? ഒന്ന് പറഞ്ഞേ, ആണോ? നിങ്ങൾ വല്ലോം ചെയ്തിട്ടാണോ സൗഖ്യം നടന്നത്? നിങ്ങൾ എന്താ ചെയ്തത്? കണ്ടോ, നിങ്ങൾ വിശ്വസിച്ചു. ഇന്നലെ നമ്മൾ തുടക്കത്തിൽ ഒരു സാക്ഷ്യം കേട്ടില്ലേ? ആ സഹോദരി പറഞ്ഞു, 3 വർഷമായിട്ട് എൻ്റെ കൈക്ക് വേദനയായിരുന്നു, വീടിന്റെ അകത്തിരുന്നു കൊണ്ട് വിശ്വസിച്ചു, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, ആ സഹോദരി പറഞ്ഞതുപോലെ മൂക്കിന്റെ സർജറി കഴിഞ്ഞ് 10 വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ അകത്ത് 2 വർഷം മുമ്പ് സർജറി ചെയ്തിട്ടും ആ മൂക്കിന്റെ തടസ്സം മാറിയില്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂക്കിലോട്ടൊരു തണുപ്പ് വന്നു. ആ മൂക്ക് തുടർന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു, സർജറി ചെയ്തിട്ട് പോലും ശരിയായില്ലത്, മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ഞാൻ ചോദിച്ചോട്ടെ, ആ സർജറിക്ക് മുടക്കിയ കാശ് വേറെ, 10 വർഷമായിട്ട് എന്തൊക്കെയോ മരുന്ന് കഴിച്ചു കാണില്ല, വിക്സും അതും ഇതൊക്കെ തൂത്ത് കാണും, എന്തോരം കാശ് ചിലവാക്കി, എന്തെല്ലാം ചെയ്തു. പക്ഷെ വെറുതെ ഇരുന്നു കൊണ്ട് ആ സഹോദരി യേശു എനിക്ക് വേണ്ടി വില കൊടുത്തുവെന്നും സൗഖ്യത്തിന് ഞാൻ അവകാശിയാണെന്നും വിശ്വസിച്ചപ്പോൾ അടഞ്ഞു പോയ മൂക്ക് തുറന്നു വന്നു. ആമേൻ. ഇന്നലെ നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടു അല്ല, ഒത്തിരി ആൾക്കാരുടെ സാക്ഷ്യം കേട്ടു. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കാൻ പറയുന്നറിയാവോ? വിശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇവരാരും ബ്രദറിന് കാശ് കൊടുത്തുകൊണ്ടല്ല, ഇനി ബ്രദർ ആർക്കെങ്കിലും കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതുമല്ല, നിങ്ങൾ ആരെങ്കിലും എനിക്ക് തന്നതുകൊണ്ടല്ല. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലോട്ട് കയറുക. എനിക്കും ഇത് കിട്ടും, എനിക്കും അവകാശിയാന്ന് ഞാനിത് പറയുമ്പോൾ കർമ്മമാർഗത്തിൽ നിന്ന് ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് പൗലോസ് പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടും നിങ്ങളെ പിന്നെ ശൂദ്രം ചെയ്ത് കൂടോത്രം ചെയ്ത് മയക്കിയവൻ ആര്? അനുഗ്രഹം കിട്ടാൻ വേണ്ടി 40 ദിവസം പിന്നെ ഉപവസിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതം. ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പൊ 40 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുക, ആ വിഷയം റെഡിയാകാൻ വേണ്ടി. പ്രിയരെ, വിളിച്ചു പറ, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകലത്തിലും യേശു വില കൊടുത്തു എന്ന് പറ. അനുഭവിക്കുന്ന ആമേൻ. ഈ കൊടുത്ത വില നിങ്ങൾ പിടിച്ചു മേടിക്കാൻ നോക്കരുതേ, കിട്ടത്തില്ലത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അപ്പൊ നിങ്ങൾക്ക് പിന്നെ സംശയം വരുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പൗലോസ് ലീഗ എപ്പോഴും പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വാക്യം നോക്കിയോ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനകത്തോട്ട് നോക്കിയേ, ഇവിടെ നോക്കിയേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ യേശുവിനോട് കൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? 2 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ദ ഫ്രീലി ഗിവൺ ആസ് ഓൾ തിങ്സ്. നിങ്ങൾ ആ വാക്യം കണ്ടോ? എനിക്ക് തോന്നുന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ആ വാക്യം അവിടെ ഇല്ല. ഫ്രീലി ഗീവ്സ് ആസ് ഓൾ തിങ്സ്. എന്താണ് ഈ ഫ്രീലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഒന്ന് പറ. അപ്പൊ സൗജന്യമായി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നെ അത് മേടിക്കാൻ വേണ്ടി പറയുക, അത് അങ്ങനെയല്ല. നമ്മൾ 40 ദിവസം ഉപവസിച്ചെങ്കിൽ മാത്രമേ ആ വിഷയം ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചോദിച്ചത്, സൗജന്യമായി കിട്ടിയത് പിന്നെ മേടിക്കാൻ പറ്റുമോ? പറ, പിന്നെ മേടിക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ നിങ്ങൾ ആരെങ്കിലും അനദർ ഗോസ്പൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തു വാ. അപ്പൊ ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഫ്രീലി ഗീവ് ആസ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞിട്ട്, സകലതും നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്താണ് കാണാൻ കഴിയാത്തത്? അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ വാക്യം. നമ്മൾ ആ ഗലാത്യ ലേഖനത്തിന്റെ അകത്തെ ആ വാക്യത്തിന്റെ പ്രശസ്തി നിങ്ങൾ അപ്പൊ തന്നെ മനസ്സിലാക്കണം. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കേട്ടല്ലോ, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എങ്ങനെയാ? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടല്ലേ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടാ. അത് കേട്ടില്ലായിരുന്നെങ്കിലോ നമുക്കിത് വല്ലതും മനസ്സിലാവോ? ഇല്ല. അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾ നോക്കിയേ, അവിടെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ബുദ്ധി കൊണ്ട് സമാപിക്കുമെന്ന് പൗലോസ് നോക്കിയത്. ഇനി 6ഉം 7ഉം വാക്യം ഞാൻ അവിടെ നിന്ന് കാണിക്കാവേ. 6ഉം 7ഉം വാക്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. അവിടെ നിങ്ങൾക്ക് ഇപ്പം 5ാമത്തെ വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നോക്കിയേ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഒരു ചോദ്യമാണ്. അടുത്ത വാക്യത്തിൽ ഉദാഹരണം പൗലോസ് പറയുക, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി പൗലോസ് ഒന്നും കൂടെ, അതുകൊണ്ട് അവന് വിശ്വാസികൾ അത്രയെ അബ്രഹാമിന്റെ മക്കൾ എന്നറിയപ്പെടുന്നത്. നോക്കിയേ, ആരാണ് അബ്രഹാമിന്റെ മക്കൾ? ആരാണ് അബ്രഹാം? അബ്രഹാമിന്റെ പ്രത്യേകത, അബ്രഹാം വിശ്വസിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാം വിശ്വസിച്ച ഉടനെ ഇസഹാക്കിനെ കിട്ടിയോ? അബ്രഹാം പറഞ്ഞു, സാറാമ്മച്ചിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇസഹാക്ക് ഉണ്ടായിരുന്നു നന്ദി എന്ന് പറഞ്ഞ ഉടനെ ഇസഹാക്ക് വന്നോ? ഒന്ന് പറയാം. 25 വർഷം നോക്കിക്കേ, അപ്പൊ വിശ്വസിക്കുന്ന വ്യക്തി കാണുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അബ്രഹാം അപ്പച്ചൻ വിശ്വസിച്ചു ഉണ്ടാകട്ടെ. നോക്കിയപ്പോൾ സാറാമ്മച്ചിക്ക് ഒന്നുമില്ല, സാറാമ്മച്ചിയുടെ വയറ് വീർക്കുന്നില്ല, കുഞ്ഞ് വരുന്നില്ല. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമുക്കൊരു 40 അങ്ങ് ഇരുന്നേക്കാം. 40 ഇരുന്നു, 50 ഇരുന്നു, 100 ഇരുന്നു, കിട്ടുന്നില്ല. അങ്ങനെയല്ല അബ്രഹാമിനെ പറ്റി. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചത്? അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ബൈബിൾ പറയുന്നു, കാൽവരി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. സാഹചര്യം പറയുന്നു, ജന്മത്തിൽ നേരെയാകാൻ പോണില്ല, ഒരു കാര്യവും ഒത്തുവരുന്നില്ല, ഒരു കാര്യവും ശരിയാകുന്നില്ല, ഒരു കാര്യവും രക്ഷപ്പെടുന്നില്ല. ഈ 40 ദിവസം ഉപവാസം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് 40 ദിവസം തുടർച്ചയായിട്ട് ആ വചനം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെയും വൈകിട്ട് വെക്ക വചനം പറ. കാൽവരി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും വേണ്ടി വില കൊടുത്തു. ഇതെല്ലാം എൻ്റെ അവകാശങ്ങളാ. എന്താണോ നിങ്ങളുടെ ആവശ്യം അത് മുഴുവൻ എൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്നവർ കാണുന്നത് വരെ പറയുക. അയ്യോ ബ്രദറെ, എന്തുകൊണ്ട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയെന്നറിയാവോ? അവൻ കാണുന്നത് വരെ വിശ്വസിച്ചു. കാര്യം സംശയവും പിറുപിറുപ്പും ഒക്കെ വന്നെങ്കിലും വിട്ടുകൊടുത്തില്ല. കാണുന്നത് വരെ വിശ്വസിച്ചു. കാണുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവം തരുമെന്ന് വിശ്വസിച്ചു. ഇടയ്ക്ക് സംശയം വന്നു, ഇടയ്ക്ക് ക്ഷീണിച്ചു പോയി, ഇടയ്ക്ക് പിറുപിറുത്തു. പക്ഷെ അത് കിട്ടാൻ വേണ്ടി അബ്രഹാം എന്ത് ചെയ്തില്ല? കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. അബ്രഹാം വിശ്വസിച്ചു. പിറുപിറുത്തപ്പോഴും ദൈവം തിരുത്തി, മോനെ പിറുപിറുക്കണ്ട കേട്ടോ. ഇസ്മായിൽ എന്ന് പറയുന്ന വലിയ തെറ്റ് സംഭവിച്ചു, തമ്പുരാൻ തിരുത്തി കൊടുത്തു, മോനെ ഇതൊന്നും റെഡിയല്ല, നീ വെറുതെ പ്രവർത്തിച്ച് നേടാൻ നോക്കണ്ട, നീ വിശ്വസിച്ചാൽ മതി. അപ്പൊ അത് കാണുന്നത് വരെ അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. നോക്കിയേ, അത് നീതിയായി. ഏത്? വിശ്വസിച്ചത് നീതിയായി മാറി. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചത് കാണുന്നത് വരെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിക്കാൻ പോകരുതേ. അപ്പൊ ബ്രദറെ, അവിടെ ചിലർ പറയുന്നല്ലോ 40 ഇരുന്നപ്പോ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ വീണ്ടും എപ്പോഴും നമ്മൾ പറയാറുണ്ട്, കരുണയാൽ ചിലപ്പോൾ നടന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവകാശികളാണ്. ഇപ്പൊ എന്നോട് വന്ന ഒരാൾ ചോദിക്കുക, ബ്രദറെ ഒരു 10 രൂപ വായ്പ തരാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉണ്ടെങ്കിൽ തരാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ തരും. അത് കിട്ടിയാൽ നിങ്ങൾ പറയുമോ ബ്രദറിനോട് ഇതേപോലെ ചോദിച്ചാൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ അതേപോലെ ചോദിച്ചത് കൊണ്ടാണോ അതോ എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ഏതാ സത്യം? അതാണ്. അപ്പൊ നിങ്ങൾ അതേപോലെ ചോദിക്കാൻ വേണ്ടി ആരിലും വന്നാൽ ഞാൻ പറയാം എൻ്റെ കാശില്ല. കാര്യം എന്താണ്? നിങ്ങൾ അതേപോലെ ചോദിച്ചതാണല്ലോ, പിന്നെ എന്നെ കിട്ടാത്തത്? ആ സമയത്ത് എനിക്ക് തോന്നി തരാൻ, അത്രയേ ഉള്ളൂ. അതാണ് അനദർ ഗോസ്പലിന്റെ പ്രസംഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് പോവും.
ന്യായപ്രമാണത്തിലേക്ക് പോകുമ്പോൾ എന്നാ പ്രശ്നം വെച്ചാൽ പഴയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കരുണ തോന്നേണ്ട വ്യക്തിയോടെ ദൈവത്തിന് എന്ത് ചെയ്യത്തുള്ളൂ, കരുണ തോന്നത്തുള്ളൂ. പക്ഷെ ഒരുവൻ പറയുവാണ് ഞാൻ മകളാണ്, മകനാണ്, ഇതെല്ലാം എൻ്റെ അവകാശമാണെന്ന് ഒരാൾ ഒന്ന് മസിൽ പിടിച്ചാൽ, ഒന്ന് ഉറച്ചു നിന്നാൽ, അവിടെ ബൈബിൾ പറയുന്നത് നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ എന്തേലും കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ പറഞ്ഞ് നിങ്ങൾ കർമ്മമാർഗത്തില്ല. അയ്യോ ബ്രദറെ അങ്ങനെയൊന്നുമില്ല, ബ്രദറിനേക്കാൾ ശ്രേഷ്ഠനായ ആളാണ് ഞങ്ങളോട് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ആരെയും കുറച്ച് കാണിക്കുകയോ വലിപ്പം കാണിക്കുകയോ ഒന്നുമല്ല. ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചത് സംഭവിക്കരുതേ. പൗലോസ് ലീഗ അവരെ നോക്കി വിളിച്ചത് അല്ലയോ ബുദ്ധി ഇല്ലാത്ത ഗലാത്യരേ എന്നാ വിളിച്ചത്. ഫൂളിഷ് എന്നൊരു വാക്ക് അവിടെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. ഫൂളിഷ് എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. അതിന്റെ മലയാളത്തിലേക്ക് നിങ്ങൾ തിരിച്ചാണെന്നും പോകണ്ട, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാല്ലേ, ഇത്രയും മണ്ടന്മാരാണോ നിങ്ങൾ? ഇത്രയും വലിയ ക്രൂശിൽ യേശു വില കൊടുത്തിട്ട് നിങ്ങൾ അത് മേടിക്കാൻ തരുന്നവർ എന്തോ ഒരു നാണക്കേടാ. എന്തിനാ അത് വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി പോകുന്നത്? യേശുവിനെ തന്നതിലൂടെ അത് കിട്ടിയില്ലേ? പക്ഷെ എന്താ ബ്രദറെ കാണാത്തത്? അബ്രഹാമിന്, അതുകൊണ്ട് പൗലോസ് പറയാ ഉടനെ അബ്രഹാമിലേക്ക് പോവുക. എന്താ അബ്രഹാം ചെയ്തത്? അബ്രഹാം വിശ്വാസികളുടെ പിതാവായത് എങ്ങനെയാണ്? അബ്രഹാം ആശയ്ക്ക് വിരോധമായി അത് കാണുന്നത് വേറെ വിശ്വസിച്ചു. അബ്രഹാം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, സാറായിനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കാം, ഇവളാണ് എൻ്റെ അനുഗ്രഹത്തിൽ അടസം, നമുക്കിത് കിട്ടാനൊന്നും പോകുന്നില്ല. അബ്രഹാം വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പെറുപെറുത്തു, ശരിയാ, സംശയിച്ചു, ശരിയാണ്, പിന്മാറി പോകുന്ന അവസ്ഥയിലേക്ക് പോയി. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം അബ്രഹാം തിരുത്തിക്കൊണ്ടേയിരുന്നു. നമുക്ക് ക്ഷീണം വരാറില്ലേ? ബ്രദർ ഈ പറയുന്നതൊക്കെ ശരിയാകട്ടെ. ഞങ്ങൾ ഈ കാര്യമൊക്കെ വിശ്വസിച്ച് ഭയങ്കര ബലത്തിൽ ചെല്ലുമ്പോൾ ഭർത്താവ് ചോദിക്കുക, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിന്റെ വിഷയം എന്നാ മാറാത്തത്? അങ്ങ് ആത്മാവിലൊക്കെ ആരാധിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് വചനമെല്ലാം കേട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിയമ്മ ചോദിക്കുക, നീ ഇത്രയും തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും നിന്റെ വിഷയം എന്നാ നേരെയാകാത്തത്? അങ്ങോട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ചെന്നപ്പോഴേക്കും വിശ്വാസികൾ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം എന്നാണ് ഇത് ശരിയാകാത്തത്? നമ്മൾ ക്ഷീണിച്ചില്ലേ? ക്ഷീണിച്ചു പോകുമ്പോൾ, മടുത്തു പോകുമ്പോൾ ഒന്നാമത്തത് നമ്മൾ വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ കാണുക. രണ്ടാമത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കാണുക. ആദ്യം യേശു, രണ്ടാമത് അബ്രഹാം പിതാവ്. രണ്ടുപേരെ നോക്കുക. ക്രൂശിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് വില കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത് മനുഷ്യനെ പോലെ നോക്കുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നെ പോലെ ഉണ്ട്, അബ്രഹാം പിതാവ്. നീണ്ട കാലഘട്ടം അബ്രഹാം വിശ്വസിച്ചു. നീണ്ട ഒരു നിരയാ, നീണ്ട വർഷങ്ങൾ അദ്ദേഹം വിശ്വസിച്ചു. ഒന്നും കാണുന്നില്ല. ഞാൻ ചിന്തിക്കുക, ഇദ്ദേഹം ഇങ്ങനെ എല്ലാ മാസവും സാറാമ്മച്ചിയുടെ വയറെ കഴിച്ചിട്ട് പറയുമായിരിക്കും, ഇസഹാക്കിനെ തന്നതിന് നന്ദി, ഇസഹാക്കിനെ തന്നതിന്. സ്ത്രീകൾക്കുള്ള പതിവ് വരുമ്പോൾ അബ്രഹാമിന്റെ മനസ്സങ്ങ് ചോർന്നു പോകും. ഈ മാസവും നീ ഗർഭിണി ആയില്ലേ, സങ്കടം വന്നു. അപ്പോഴേക്കും എന്താണ്ട് വിശ്വാസിയായ ചില ആൾക്കാർ ചോദിക്കും, നിങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്നാ നടക്കാത്തത്? അബ്രഹാം പറയും, ഇനിയും മാസങ്ങളുണ്ടല്ലോ, അടുത്ത മാസവും ഞങ്ങൾ കാണും. നോക്കിക്കേ, വിശ്വാസത്തിൽ ക്ഷീണങ്ങൾ വരുമ്പോൾ ക്ഷീണത്തെ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വാക്തത്വം ചെയ്ത ദൈവത്തെ നോക്കണം. ഇവിടെ നിങ്ങളെ വാക്ക് നോക്കി, ഈവൻ ആസ് അബ്രഹാം ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഇറ്റ് വാസ് അക്കൗണ്ടഡ് ടു ഹിം. നോക്കിയേ, അത് ആ വാക്ക് കണ്ടോ? ഇറ്റ് വാസ് അക്കൗണ്ടഡ്. അവന്റെ അതിലേക്ക് കണക്കിട്ടു ദൈവം. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നവരിലേക്ക് അത് കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. അക്കൗണ്ടഡ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. ആ കണക്കിട്ടത് അവന് നീതിയായി ദൈവം കണക്കിട്ടു. വിശ്വസിച്ചത് അവന് നീതിയായി ദൈവം കണക്കിട്ടു. അപ്പൊ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ നിസാരരൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ആ പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ മടുത്തില്ലേ? നിങ്ങൾ മടുത്തില്ലേ? ഇട്ടേച്ച് പോകാൻ മേലെ. അതെന്നാ പോകാത്തത്? പോകാത്ത കാര്യം പറ. എന്റെ പിറകിൽ വലിയ വിശ്വാസ വീരന്മാരുണ്ടെന്ന് പറയണം. എനിക്ക് മുമ്പേ എനിക്ക് ഇഷ്ടം പോലെ വിശ്വാസ വീരന്മാർ എന്റെ മുമ്പിലുണ്ട്. അതിനേക്കാൾ ഉപരി എന്റെ വിശ്വാസത്തിന് നായകനുണ്ട്. ഇത്രയും വലിയ വിശ്വാസ പിതാക്കന്മാരും വിശ്വാസത്തിന്റെ നായകനും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പിന്മാറിപ്പോകുന്നത്? ആരെങ്കിലും പറഞ്ഞത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാതെ ഇരിക്കുക. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് വിളിച്ചു പറ, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ. അതുകൊണ്ടാണ് ചില സഭയിലൊന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഒന്നും ഇല്ല. കർത്തൃപേശയുടെ സമയത്ത് മാത്രം ഓടി വന്ന് യേശുവിനെ അങ്ങോട്ട് ഉയർത്തുന്ന ആൾക്കാരെ പലരും ഉണ്ടായിരുന്നു.
ക്രൂശൊന്നുമില്ല. മുഴുവനും എന്താ പറയുന്നത്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുറെ വാക്യങ്ങളെല്ലാം ഞാൻ കാര്യം കുറ്റപ്പെടുത്തുമല്ല. ഇത് കേൾക്കും തോറും നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ ആത്മാവല്ല പ്രവേശിക്കുന്നത്, പകരം പ്രവൃത്തിയുടെ ആത്മാവാ പ്രവർത്തിക്കുന്നത്. കണ്ടോ, ദാവീദ് അങ്ങനെ ചെയ്തു, ഏലിയാവ് അങ്ങനെ ചെയ്തു, എലീശ അങ്ങനെ ചെയ്തു, മോശ അങ്ങനെ ചെയ്തു. ഇങ്ങനെ നിങ്ങളും ചെയ്ത് അനുഗ്രഹം നേടണം. പ്രിയരെ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ നായകൻ അബ്രഹാം അല്ല, മോശയല്ല, ഏലിയാവല്ല, ദാവീദല്ല. വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. ഹല്ലേലൂയ. നായകൻ യേശുവാണ്. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ വിശ്വാസത്തിന്റെ പിതാവായിട്ട് മോശയെ വെക്കാഞ്ഞത്? എന്താണ് ദൈവം, ഞാൻ പറഞ്ഞില്ല, അബ്രഹാം ചെങ്കടലിൽ കീറിയിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ടല്ല. അബ്രഹാം പിതാവ് ഇന്നേ വരെ കുഷ്ഠരോഗിയായ നയമാനെ പോലെ ആൾക്കാരെ, എലീശയെ പോലെ സൗഖ്യമാക്കിയിട്ടില്ല. അബ്രഹാം ഇന്നേ വരെ ദാവീദിനെ പോലെ സിംഹത്തിന്റെ വായ അടച്ചിട്ടില്ല, കരടിയെ വലിച്ചു കീറിയിട്ടില്ല, ഗോലിയാത്തിനെ വീഴ്ത്തിയിട്ടില്ല. മല്ലന്മാരെ വീഴ്ത്തിയ അബ്രഹാമിന് നമുക്ക് അറിയത്തില്ല. നോഹയെ പോലെ മറ്റു ആളുകളെ പോലെ വലിയ എന്താ പറയുക, ഗദയോനെ പോലെയോ ശിംശോനെ പോലെയോ വലിയ പ്രവൃത്തി ചെയ്ത ആളല്ല അബ്രഹാം. പക്ഷെ എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായത്? നീണ്ട കാലഘട്ടം വാക്തത്വം കാണുന്നത് വരെ വിശ്വസിച്ച മനുഷ്യനാണ് അബ്രഹാം. അതാണ് അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒത്തിരി കുറവുകൾ കണ്ടേക്കാം, അബ്രഹാമിന് ഒത്തിരി പിറുപിറുപ്പ് കണ്ടേക്കാം, പക്ഷെ താൻ വിശ്വസിച്ചത് കാണുന്നത് വരെ താൻ അത് എന്ത് ചെയ്തു? ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതാണ് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസ മാർഗമാണ്. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി വില കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എപ്പോഴും നമ്മൾ ഈ പ്രവൃത്തി ഇത് സഹോദരി, ഈ നേർച്ച അങ്ങോട്ട് ഇട്ടാൽ മതി, ഇപ്പൊ വലിയ സംഭവം. ആ നേർച്ചയുടെ പിന്നിൽ യേശുവൊന്നും അല്ല പ്രവർത്തിക്കുന്നത് കേട്ടോ. നേർച്ച കിട്ടി, എന്തേലും കിട്ടിയത് യേശുവിന്റെ പേര് ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബൈബിളിൽ തെളിവില്ല. പുതിയ നിയമത്തിൽ നേർച്ച ഇട്ടിട്ട് അത്ഭുതം കിട്ടിയ കാഴ്ച ബൈബിളിൽ എവിടെയാ പുതിയ നിയമത്തിലുള്ളത്? അങ്ങനെയെങ്കിൽ ആ കൂട്ടത്തിൽ കയറി വന്നത് യേശുവിന്റെ പേര് പറഞ്ഞു വരുന്ന ആൾക്കാരാ. ദൈവമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. പ്രിയരെ, അല്ല ബ്രദറെ, ഞാൻ യേശുവിന്റെ നാമത്തിലാണ് നേർച്ച ഇട്ടത്. യേശുവിന്റെ നാമത്തിൽ ഇട്ടതാണെങ്കിൽ ബൈബിളിൽ തെളിവ് കാണുക. അങ്ങനെ കിട്ടിയ ചരിത്രം പുതിയ നിയമത്തിൽ നേർച്ച ഇട്ടിട്ട് കിട്ടിയ അത്ഭുതം ഇവിടെ ഇല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വചനം മൊത്തം തിരിച്ചെഴുതി വെക്കേണ്ടി വന്നേനെ. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് തന്നിരിക്കുന്നു. അടുത്ത വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ നേർച്ച കൊടുത്തിട്ടല്ല, കാഴ്ച കൊടുത്തിട്ടില്ല. ഞാൻ ആ വാക്യം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. അല്ലേ ബ്രദർ, ചുമ്മാ ഇവിടെ നിന്ന് വിളിച്ചു പറയുമെന്ന് ചിന്തിക്കരുതേ. 32-ാമത്തെ വാക്യം നോക്കി. 32-ാമത്തെ വാക്യം അവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വാക്യം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ എങ്ങനെയാണ് നിൽക്കുന്നത്? അവനോട് കൂടെ സകലതും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ, നൽകാതെ ഇരിക്കുമോ? എൻ്റെ പ്രിയരെ, മൊബൈൽ കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് വാട്സാപ്പ് കിട്ടാതിരിക്കുക, മനസ്സിലാകാൻ വേണ്ടി പറയാം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. മൊബൈൽ കൈവച്ച് നിങ്ങൾ പറയാം, ബ്രദറെ എനിക്ക് ആ സൂം കിട്ടിയാൽ മതി. അതെങ്ങനെയാ ബ്രദറെ, ഞാൻ കാശ് കൊടുത്തു വല്ല മേടിക്കണോ? ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ. അത് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിക്കുക. പ്രിയരെ, മനസ്സിലാക്കണം, സ്വന്തം പുത്രനെ തന്നെങ്കിൽ പിന്നെ അതിനേക്കാൾ വിലപിടിപ്പുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? പറ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്. യേശുവിനേക്കാൾ വിലപിടിപ്പുള്ള വിഷയം ഏതാ നിങ്ങൾക്കുള്ളത്? ഒന്ന് പറ. നിങ്ങളുടെ രോഗസൗഖ്യം യേശുവിനേക്കാൾ വലുതാണോ? നിങ്ങൾ പറയുക ബ്രദറെ, എന്റെ മുട്ടുവേദന മാറാൻ വേണ്ടി ദൈവത്തോട് ഞാൻ പറയുന്നു, പക്ഷെ കർത്താവ് ഒരു തരുമ ബ്രദറെ, ഞാൻ എന്നാ ബ്രദറെ ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവിനെ തന്നു. ഞാൻ ചോദിച്ചോട്ടെ, യേശുവാണോ വലുത്, മുട്ടുവേദന വേണോ വലുത്? ഒന്ന് പറ, ഏതാ വലുത്? യേശുവിനെ തരുവാൻ പിതാവിന് മടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദന മാറ്റാനും ദൈവത്തിന് അത് ഒരു മടിയില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. സ്വന്തം പുത്രനെ എനിക്ക് തന്നെങ്കിൽ എൻ്റെ രോഗം മാറ്റാനും ദൈവത്തിന് കഴിയും. അതെനിക്ക് പുത്രനെ തന്നതിലൂടെ അതും തന്നു കഴിഞ്ഞു. യേശുവിൻ്റെ കൂടെ സകലവും, ആ വാക്ക് കണ്ടോ, സകലവും തന്നിരിക്കുന്നു. ഓ ജീസസ്, നമ്മൾ ആ വാക്കുകൊണ്ട് ഫ്രീലി ഗിവൺ ആസ് ഓൾ തിങ്സ്, സൗജന്യമായിട്ടെല്ലാം കിട്ടി. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ, കിട്ടിയോ? നിങ്ങൾ ചോദിക്കുക, വലോസ് ചോദിക്കുക, കിട്ടിയോ നിങ്ങൾക്ക് വല്ലോ? ആര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടി? ഞങ്ങൾ വന്ന് യഹൂദന്മാർ പഠിപ്പിച്ചു, ചുമ്മാ ഒന്നും കിട്ടത്തൊന്നുമില്ല സഹോദര. നിങ്ങൾ അതുപോലെ ദൈവസന്നിധി നിൽക്കണം, ഇരിക്കണം, കിടക്കണം, ഓടണം, ചാടണം. എനിക്കറിയത്തില്ല എന്തൊക്കെയാ കേൾക്കുന്നത് നമ്മളല്ലേ.
ഫ്രീലി ഗീവ് ആസ് ഓൾ തിങ്സ്. സൗജന്യമായി ലഭിച്ചത് കിട്ടാൻ വേണ്ടി പിന്നെയും വില കൊടുക്കുന്ന നിങ്ങളെപ്പറ്റി പൗലോസ് പറയുക, അല്ലയോ ബുദ്ധിയില്ലാത്ത ജനവേ. ഞാൻ പറയുന്നല്ല കേട്ടോ, പൗലോസ് പറയുക. അത് കിട്ടാൻ വേണ്ടി പിന്നെയും പ്രവർത്തിക്കുക. 40 ഇരിക്കുന്നു, 50 ഇരിക്കുന്നു, 60 ഇരിക്കുന്നു, 100 ഇരിക്കുന്നു. ഇരിക്കുന്നതൊക്കെ നല്ലതാ. ഇരിക്കുന്ന ദിവസങ്ങളിൽ മൊത്തം ഇത് പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കും. തന്നതിനായി നന്ദി യേശുവേ. അത് മുഴുവൻ തന്നല്ലോ, പെറുക്കിയെടുക്കുക അങ്ങോട്ട്. അബ്രഹാമിനെ പോലെ വിശ്വസിച്ചു കാണുന്നത് വരെ. കിട്ടിയ സാധനം പിന്നെ മേടിക്കാൻ പോകരുത്. അപ്പൊ എന്താ കാണാത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്തുവാ? കാണാത്തതിന്റെ കാരണം എൻ്റെ വിശ്വാസ കണ്ണ് തുറക്കാഞ്ഞിട്ടാ. ഇന്നു മുതൽ പറ, അതവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം രോഗം മാറണേ 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 എന്ന് പറഞ്ഞാൽ ജന്മത്തിൽ രോഗം മാറത്തില്ല. സൗഖ്യമാക്കിയതിന് നന്ദി, യേശു ക്രൂശിൽ വില കൊടുത്തതിന് നന്ദി. ഇത് പറയുമ്പോഴാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത്. ഉടനെ പരിശുദ്ധാത്മാവ് അവിടെ ചാടി വീഴുക. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചാടി വീഴുക. ഹല്ലേലൂയ. ഇത് നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യും? ഈ അനദർ ഗോസ്പലിലേക്ക് നിങ്ങൾ വീണോണ്ടേയിരിക്കും. ശരിയാ, നമുക്ക് മടുപ്പ് വരും. അതുകൊണ്ടാണ് ഈ വിശ്വാസികളുടെ പിതാവെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ പിതാവ് എന്നൊക്കെ പറയുമ്പം വിശ്വാസികളുടെ പിതാവ് നമ്മൾ ഓർക്കുന്നത് ഭയങ്കര വലിയ ആളെന്ന് പറയും. അല്ല, അബ്രഹാം വീണ് പോയ മനുഷ്യനാ. അബ്രഹാം ദൈവസന്നിധിയിൽ മടുത്തുപോയ മനുഷ്യനാ. റോമാലേഖനത്തിൽ പറഞ്ഞ ക്ഷീണിച്ചു പോയെന്നാ പറഞ്ഞേക്കുന്നത്. വിശ്വാസത്തിൽ ക്ഷീണിക്കുന്ന അവസ്ഥയുണ്ടായി അല്ലേ? അബ്രഹാം പറഞ്ഞില്ല, കവന്ന് വീണ് ചിരിച്ചു, ഇനി എന്നെ കാണാനാ, മാടുത്ത് കർത്താവേ. പക്ഷെ തമ്പുരാജ്, അബ്രഹാമെ നീ വിട്ടുകൊടുക്കുവോ? അബ്രഹാമിന് മനസ്സിലായി, വിട്ടുകൊടുക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതും ഇതും പറഞ്ഞു നടക്കാതെ വാക്തത്വങ്ങൾ എൻ്റെ അവകാശമാന്ന് പറ. കഴിഞ്ഞ ദിവസം സൗകര്യം പറഞ്ഞു കേട്ടില്ലേ? പരിശുദ്ധാത്മാവ് ഒരു പ്രവചനാലോചന വെളിപ്പെട്ടൊരു വീട് കിട്ടാൻ 2 അത്ഭുതം നടക്കാൻ വേണ്ടി പോകുന്നു. ദൈവാത്മാവ് ചില അടയാളങ്ങളെ വെളിപ്പെടുത്തി. നാളുകളായിട്ട് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ വഴി തുറന്നു, ഭവനം പണിയുടെ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവാം. കണ്ടു, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത ഒറ്റ പ്രവചനത്തിലൂടെ ദൈവം അങ്ങ് ഉറപ്പിച്ചു കൊടുത്തു. വളരെ സിമ്പിളായിട്ട്. ഹല്ലേലൂയ. അപ്പൊ കൂട്ടായ്മ എന്നുള്ളത് നിങ്ങൾ ഈ വചനം കേൾക്കാൻ വരുന്ന സ്ഥലമാണ്. ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമാണ്, അയ്യോ ബ്രദറെ എനിക്ക് അത്രയൊന്നും വിശ്വാസമില്ല, ഇത്രയൊന്നും വിശ്വാസമില്ല, അവർക്ക് അത്രയും വിശ്വാസമില്ല. ഇവർ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ളതിനെ തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വിശ്വാസം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ഉദാഹരണം ഞാൻ എൻ്റെ കൂടെ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ ഒരു ടാഗ് കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചു. അവൻ്റെ പേരെഴുതി വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഒരു പേരെഴുതി വെച്ചിട്ട് ആ ടാഗ്, നമുക്കറിയാം കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലുകാരെന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞിന് അച്ഛൻ്റെ അമ്മയുടെ ഷേപ്പ് നമുക്കറിയാൻ പാടില്ല, എല്ലാം ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് ഇവർ ടാഗ് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പേരെഴുതി അവിടെ വെച്ചു. അപ്പം കുറേ പിള്ളേർ, ഇനി എത്ര പിള്ളേർ അവിടെ ഉണ്ടെങ്കിലും, അപ്പം നമ്മോട് ചോദിക്കും നിങ്ങളുടെ കൊച്ച് ഏറാന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കൊച്ചിനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഓടിപ്പോയി ആദ്യം നോക്കുന്നത് ആ ടാഗ് അവിടെ നോക്കും. കൊച്ചിൻ്റെ മുഖമല്ല നോക്കുന്നത്, കൊച്ചിൻ്റെ ഉടുപ്പല്ല നോക്കുന്നത്, പകരം ആ ടാഗെ നോക്കുമ്പോൾ അതേ പേരുണ്ട്, അതാണ് എൻ്റെ കൊച്ച്. അതിനു വേണ്ടിയാണ് അവർ ടാഗ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ കൊച്ചിനെടുക്കുമ്പോഴേക്കും വേറെ ആൾ, അയ്യോ അത് എൻ്റെ കൊച്ചാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇത് എൻ്റെ കൊച്ചാ. പുള്ളി പറ അല്ല ഇത് എൻ്റെ കൊച്ചാ, നോക്കിക്ക് ഷെയ്പ്പ് നോക്കിക്ക്, നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുക. പുള്ളി എത്ര തർക്കിച്ചാലും ഞാൻ പറയും ഇത് എൻ്റെ കൊച്ചാ, കാര്യം ടാഗ് അവിടെയുണ്ട്. ആ ടാഗാണ് എൻ്റെ ധൈര്യം, ആ ടാഗാണ് കൊച്ച് എൻ്റെതാന്നുള്ള ഉറപ്പ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വചനമാണ് എൻ്റെ ഉറപ്പ്. ഇതിലവിടെ ഉണ്ടോ? ഇതവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഇതവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും കാണും. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് അത്രയും വിശ്വാസമില്ല. എന്താ വിശ്വാസം? ബൈബിളിലുള്ളത് എൻ്റെ വീട്ടിൽ ഉണ്ടാകും എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നതാണ് വിശ്വാസം. അല്ലാതെ വിശ്വാസം എന്ന് പറയുന്നത് വലുതല്ല. ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട് വിശ്വാസം. പക്ഷെ ബൈബിൾ വായിക്കത്തില്ല, നമ്മൾ വചനവും കേൾക്കത്തില്ല. നമ്മൾ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോകും, ഭയങ്കര ആരാധനയൊക്കെയാണ്, വചനം കേൾക്കത്തില്ല. കേട്ടത് മൊത്തം എങ്ങനെയായിരിക്കും? ഈ അനദർ ഗോസ്പലാണ് കേട്ടേക്കുന്നത്. ആമേൻ. അപ്പൊ ഇതാണ് പൗലോസ് ലീഗ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ വരച്ച് കാണിച്ചിട്ട് അവരിതെല്ലാം വിട്ടേച്ചങ്ങ് പോയി.
അവരിപ്പം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ പറയാ അങ്ങനെയൊന്നും അല്ല സഹോദര, പിന്നെ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും 40 50 ഒക്കെ ഇരിക്കണം. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞോണേ, ഇത് ഫ്രീലി ഗീവ് ആസ് ഓൾ തിങ്സ് എന്നുള്ള വാക്ക് കണ്ടോ? സകലതും നൽകാതിരിക്കുമോ എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് ഇത് ഫ്രീലി എന്നുള്ള വാക്കാ. സൗജന്യമായി കിട്ടി ക്രൂശിലൂടെ, ഒരു വിലയും കൊടുക്കണ്ട. അപ്പം നേർച്ചയിട്ട് കിട്ടുമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറ. നേർച്ചയിട്ടാൽ അത് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? ആ, ഇത് കിട്ടാൻ വേണ്ടി 40 ദിവസം ഉപവസിക്കാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇനി മനസ്സിലാക്കിക്കോണേ, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടിയത് എന്ത് ചെയ്താൽ മതി. ഇനി ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും 40 ദിവസം പോയത് അറിഞ്ഞില്ല. ഇതാ ഉപവാസം. ഇതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. പുതിയ നിയമത്തിലെ ഉപവാസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അന്യഭാഷ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം അന്യഭാഷ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് അത് കയറാൻ പറ്റിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എപ്പോഴാണ് തീർന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ ഇവിടുത്തെ സമയമാണേ, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ സമയം 2 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 9 മണി വരെ അന്യഭാഷ പറഞ്ഞങ്ങ് പോയെന്ന് പറഞ്ഞു. അത്രയും നേരം പോയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും സമയം പോയത് അറിഞ്ഞായിരുന്നോ? അത്രയും നേരം നമ്മൾ 7 മണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിച്ച് അറിഞ്ഞായിരുന്നോ? ഇല്ല, നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. ഇതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. വയറ് കത്തുന്നതല്ല ഉപവാസം. അയ്യോ എനിക്ക് 5 മിനിറ്റ് ആയപ്പോഴേക്കും വയറ് കത്താൻ തുടങ്ങി, സമയമായോ നോക്കുന്നതല്ല ഉപവാസം. സമയത്തെ മറന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാണ് ഉപവാസം. പുതിയ നിയമത്തിലെ ഉപവാസം അതാണ്. യേശു 40 രാവ് ഉപവസിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞു 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. അപ്പൊ അതിനു മുമ്പ് എന്നാ വിശക്കാഞ്ഞത്? വിശപ്പ് മറന്നുപോയി. 5000 പുരുഷന്മാര് സ്ത്രീകളും യേശുവിന്റെ വചനം കേൾക്കാൻ വേണ്ടി വന്ന് 3 ദിവസമായപ്പോഴേക്കും യേശു പറയും ഇവർക്ക് കഴിപ്പാൻ വല്ലതും കൊടുക്കുക. അപ്പൊ 5 അപ്പവും 2 മീനുമായിട്ട് 3 ദിവസമായിട്ട് വന്ന കൊച്ചിന് പോലും വിശന്നില്ല. എന്നാ പരിപാടിയായത്? 5 അപ്പവും 2 മീനുമായിട്ട് 3 ദിവസമായിട്ട് ചെറുക്കൻ കഴിക്കുന്നില്ല. അവന് കഴിക്കാൻ തോന്നുന്നില്ല. യേശുവിന്റെ വചനത്തിലും പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും അവൻ ആസ്വദിച്ച് അങ്ങ് ഇരുന്നു പോയി, മറന്നുപോയി. നമ്മളെങ്ങാനും ആണെന്ന് ആലോചിച്ച് നോക്കി, 5 അപ്പവും 2 മീനും എന്ത് ചെയ്യും? ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പോയി കഴിച്ചിട്ട് പിന്നെ വന്നിരുന്നേനെ. ചെറുക്കൻ മറന്നുപോയി. ആ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ചിലർ പറയും അയ്യോ വീട്ടിൽ പോയി കൊണ്ട്. അല്ലല്ല, അടുത്ത ഊരുകളിൽ പോയി ആഹാരം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത് വളരെ ദൂരമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോസ്തലന്മാര്. അപ്പൊ ചെറുക്കൻ പോയി വന്നതല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു 3 ദിവസമായിട്ട്, മറന്നുപോയി. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രദറെ രാവിലെ ഇരുന്ന സമയം നോക്കിയപ്പോൾ രാത്രി 7 മണി. ഇതാണ് പുതിയ നിയമത്തിലെ ഉപവാസം. സമയത്തെ പരിസരത്തെയൊക്കെ മറന്ന് യേശുവിന്റെ കൂടെ ഇരിക്കുന്നതാണ് ഉപവാസം. വയറ് വിശക്കുമ്പോൾ അയ്യോ അത് സഹിച്ചിരിക്കുന്നതല്ല ഉപവാസം, പകരം വിശപ്പിനെ മറക്കുന്നതാണ് ഉപവാസം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഗുണം? എൻ്റെ അകത്ത് ആത്മീക വർധനവുണ്ടാകുന്നു. അനുഗ്രഹങ്ങൾ കിട്ടുമല്ല, വർധനവുണ്ടാകുക. ആ സമയത്ത് ഞാൻ എന്താ സംഭവിക്കുന്നറിയാമോ? എൻ്റെ മനുഷ്യൻ ആത്മാവിൽ ശക്തിപ്പെടുന്നു. അവിടെ എൻ്റെ ആത്മതലങ്ങൾ വലുതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നു. ഇതാണ് സ്പിരിച്വൽ സെൻസേഷനുകൾ വർദ്ധിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുക, എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാതെ വചനം തിരിച്ചറിയും. അബ്രഹാം പിതാവിനെ വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത് പോലെ ദൈവം ഉദാഹരണമായിട്ടവിടെ പറയുന്നു, നിങ്ങൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നോക്ക്. വിശ്വാസികളുടെ പിതാവും യേശു വിശ്വാസത്തിന്റെ നായകനുമാണ്. 2 വ്യത്യാസമുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം എന്താണ് നായകനും പിതാവും. രണ്ടും പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എന്താണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പറയുവാണ് ഇന്ന പോലെയൊക്കെ ചെയ്താൽ ആ വിചാരം മാറുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടുപോകും കേട്ടോ. പറയണം, കാൽവരി ക്രൂശിൽ സകല ആഭിചാര ശക്തികളെയും യേശു, അവന്റെ വലിയ ആളാ ലൂസിഫർ. ഈ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന എല്ലാം ചോട്ടകളാണ്. ഈ ചോട്ട ആയിട്ടുള്ള കൂടോത്രക്കാരനെ ആഭിചാരക്കാരന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ലൂസിഫർ ആണ്. അവന്റെ തല യേശു ക്രൂശിൽ തകർത്തിട്ട് പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പറയണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല.
പോരാട്ടമാണ്, ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ചാടി എണീക്കുക. എന്നിട്ട് പറയണം, എനിക്കെതിരായിട്ട് വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ യേശു എനിക്ക് വേണ്ടി വാഴ്ചകളെയും അധികാരങ്ങളെയും പിശാചിന്റെ തലയും തകർത്ത് അവൻ ആയുധവർഗം വെപ്പിച്ചു. ഞാനിപ്പോൾ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദി. എല്ലാവരും ഒന്ന് വിശ്വസിച്ച്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അറിയിപ്പുകൾ ഒന്ന് പറയുവാണേ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രവചനാലോചനയിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ ശനിയാഴ്ചത്തെ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം വന്നു. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്യഭാഷ പ്രാർത്ഥന കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയങ്ങൾ നമ്മൾ ചിലപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ശനിയാഴ്ച വെക്കുന്നു. ലീഡർമാരെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ സാറ് കളിച്ച് നിൽക്കാൻ വേണ്ടിയല്ല, കസേര, ഞാൻ നിങ്ങളുടെ കസേര എനിക്കിഷ്ടമാണ്, ഞാൻ പറഞ്ഞ കസേര ഇടാന്നുള്ള ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഏത് കാര്യം ചെയ്യാനും ചാടിച്ചാടി നിൽക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെയാണ് ഈ ചോദിക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടി. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വരുന്ന സൂം മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ സഹോദരന്മാർ ശനിയാഴ്ച ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആകുക. ടൈം ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയക്കാം. നമുക്ക് പറ്റുന്നൊരു സമയം, പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സമയമായിരിക്കും, വൈകുന്നേരങ്ങളായിരിക്കും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത്. എപ്പോഴാണോ സൗകര്യപ്രദമായിട്ടുള്ള എല്ലാ ജില്ലയിലും എല്ലാ രാജ്യത്തുള്ളവർക്കും പങ്കുചേരാം. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി ദൈവാത്മാവ് വളർത്തുവാൻ ഗൈഡൻസിന് വേണ്ടിയാണ് ഇതെത്തുന്നത്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെടണം. എന്നിലൂടെ ദൈവരാജ്യം, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാനും ഞാൻ കർത്താവിൻ്റെ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും പ്രവചനങ്ങളും കൃപാവരങ്ങളും എനിക്കൊന്ന് വെളിപ്പെട്ട് കാണുവാനും ആ തലത്തിൽ എനിക്കൊന്ന് വളർന്നു വരുവാനും കർത്താവിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നത് ഞാൻ പഠിപ്പിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെ കൂട്ടായ്മ ആചരിക്കാനും മുന്നോട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും വേണ്ടിയാണ് അത് ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നാളെയോ നാളത്തെ കഴിഞ്ഞോ നമ്മുടെ പ്രാർത്ഥന ചിലപ്പം സൂമിൽ കാണത്തില്ല, യൂട്യൂബിലായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ കൂടെ ഇന്നലത്തെ പോലെ വിശ്വസിച്ച് ആ രോഗമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞ്, ഞാൻ ഇന്ന് ഈ രോഗം അനുഭവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതൊക്കെ വെറുതെ അല്ല കേട്ടോ. പറഞ്ഞ് പാരമ്പര്യ രോഗങ്ങളൊക്കെ ഇപ്പം വിട്ടുപോകും. ഞാൻ ഒരു പാരമ്പര്യത്തിൻ്റെ അകത്തും കിടക്കേണ്ട ആളൊന്നുമല്ല. എനിക്ക് യേശുവിൻ്റെ പാരമ്പര്യം മതിയെന്ന് പറ. യേശുവിൻ്റെ പാരമ്പര്യം മതിയെന്ന് പറ. പാരമ്പര്യമായി കൈമാറി വന്ന രോഗശക്തികളൊക്കെ ഇറങ്ങിപ്പോട്ടെ. പാരമ്പര്യമായി കയറിക്കൂടിയ സകല വിഷയങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോട്ടെ. ഓ എൻ്റെ യേശുവേ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു തോമസ് എന്ന് പറയുന്ന പിതാവിൻ്റെ മോളായ, ഇങ്ങനെ ആ വാക്ക് പറയുന്നത്, മോളിയുടെയും തോമസിന്റെ മകളെ യേശു സ്പർശിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ വ്യക്തി ആരാണോ, ആ കുടുംബം ആരാണോ, ഇന്ന് ആ തലമുറയെ മകളെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. തോമസിന്റെ മോളിയുടെ മോള് ഇന്ന്, അല്ലെങ്കിൽ ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചോണം. വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോകുന്നു. സൂമിലാണ് ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. സൂമിലോ ലൈവിലോ ആണ് ആ കുടുംബം എന്നെ കേൾക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോണം. കർത്താവ് ആ കുടുംബത്തെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിൻ്റെ അവരെ തകർക്കുവാൻ നോക്കുന്ന സകല പിശാചിന്റെ ഉദ്ദേശങ്ങളും തകരട്ടെ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. വലിയ അത്ഭുതകരമായ പ്രവൃത്തികൾ ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. എന്നുള്ളത്തിൽ കർത്താവ് ഒരു കൈതേൽ എന്ന് പറയുന്ന ഒരു കുടുംബം, ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണി, കൈതേൽ എന്ന് വിളിക്കുന്ന ഒരു വീട്ടുപേര്, ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവിൻ്റെ നാമത്തിലെ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. കൈതയിലെ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൻ്റെ അകത്ത് അവിടുന്ന് മാറാതെ നിൽക്കുന്ന ചില വിഷയങ്ങൾ, എത്ര നോക്കിയിട്ടും ശരിയാകാതെ നിൽക്കാവുന്ന വിഷയങ്ങൾ ഇപ്പോൾ അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു, സാക്ഷ്യമാകാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. ദൈവ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ മ്യൂട്ട് മാറ്റിയതെങ്കിൽ അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ പറഞ്ഞു. ഹലോ ബ്രദറെ,
പറഞ്ഞു. ഞാന് കൈതയിലാണ്. കൈതയിലെന്ന് ഇപ്പം പറഞ്ഞില്ലേ? സിസ്റ്ററുടെ വീട്ടുപേരാണോ അത്? അതെ, കൈതയിൽ നിന്ന്. അത് എന്റെ ഹസ്ബൻഡ് പിന്നെ ഇപ്പൊ 9 മാസത്തോളമായിട്ട് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ വീട്ടുപേര് വല്ല ആ, സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്? ഇല്ല. ഇന്ന് ഏറ്റെടുത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഹസ്ബൻഡിനെ കൈവച്ച് പറഞ്ഞോണം, യേശു ഈ സ്ട്രോക്ക് വന്ന് കിടക്കാൻ വേണ്ടി അല്ല യേശു വില കൊടുത്തത്. ആ തളർവാദ രോഗിയുടെ യേശു പറഞ്ഞ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞതുപോലെ പറയണം, നടക്കാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തെന്ന് പറയണം. കൈവച്ച് പറഞ്ഞോണം, എന്റെ ഹസ്ബൻഡ് നടക്കാൻ വേണ്ടിയുള്ള വിലയൊക്കെ യേശു കൊടുത്തു. ഹോസ്പിറ്റലിലെ ബില്ലല്ല യേശു കൊടുത്തേക്കുന്നത്, ക്രൂശിൽ യേശു വില കൊടുത്തത് പറഞ്ഞോണം. കർത്താവിന്റെ അത്ഭുതം എന്ന ഭവനത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ ഈ ഒരു പേര് ഞാൻ കാണുവാണ്. ഈ പേര് എനിക്കറിയത്തില്ല. ഈ റോക്കി എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ആ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണെന്ന്, ആരുടെ കുടുംബത്തിലാണോ ആ വ്യക്തിയുള്ളത്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേൽ പല നാശങ്ങളും സംഭവിച്ച് പല കുടുംബത്തിന്റെ അകത്തും കയറിക്കൂടിയത് ഞാൻ കാണുന്നു. പല വ്യക്തികളുടെ മേലെ കയറിക്കൂടിയ ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നു പറയുന്നു. ഇപ്പോൾ ഞാനത് റിലീസ് ചെയ്യുന്നപ്പ തലമുറ വിടിവിക്കപ്പെടട്ടെ, ആ കുടുംബം വിടിവിക്കപ്പെടട്ടെ, തകർന്ന അവസ്ഥയിൽ നിന്നും ആ കുടുംബം വിടിവിക്കപ്പെടട്ടെ. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ആ കുടുംബത്തിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് എന്നെ പറയാണ്. ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ബിനീഷിനെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൽ തന്നെ കർത്താവിനോട് പറയുന്നു, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഗായത്രീനെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വലിയ നന്മ കുടുംബത്തിന് മേൽ തുറക്കട്ടെ. അപ്പ അവരുടെ തടസ്സങ്ങൾ ഇപ്പോൾ നീങ്ങട്ടെ, അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ ഒരുങ്ങി വരട്ടെ. In the name of Jesus Christ, in the name of Jesus Christ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ നന്മ കൊണ്ട് കർത്താവെ പൊതിയട്ടെ. സകല വിഷയങ്ങളും ഇന്ന് സാക്ഷ്യമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാധാരം ഇങ്ങനെ പേരിലോട്ട് മാറ്റി കിട്ടിയതാണ്. ആ ആധാരം പേരിലോട്ട് മാറ്റി കിട്ടിയിട്ടും അതിൻ്റെ അകത്തൊരു തിരുത്തൽ കൊണ്ട് വലിയ ദുഃഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മെയ് മാസം ഇങ്ങനെ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കരമായ ഒരു വിഷയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെയ് എന്നുള്ള മാസം അതിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയം നിങ്ങൾക്ക് ഭാരമായിട്ട് ഭയമായിട്ട് നിങ്ങളെ അലട്ടുന്ന ഒരു വിഷയമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ആ വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുന്നത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ആധാരത്തിന്റെ മേൽ കുരുക്കുപോലെ കിടക്കുന്ന വിഷയം, എത്ര നോക്കിയിട്ടും കയറാൻ പറ്റാതെ കിടക്കുന്ന വിഷയം ഇപ്പോൾ അത് അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ് ആ വിഷയത്തിന്റെ മേൽ ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ ഊരാക്കുടുക്ക് പോലെ കടന്ന ആ വിഷയം കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറയാൻ എന്റെ വേണ്ടിയാണ്. വിഷയം പറയാലോ. അത് കുരുക്കായി കിടക്കുന്നത് ആധാരം ഈ ഒരു മെയ് മാസം എന്നെ സഹോദരൻ എടുത്തു കാണിച്ചോണ്ടിരുന്ന എന്നെ എന്തുവാ അതുമായിട്ട് ബന്ധം? മെയ് മാസം എന്നാണെന്ന് അറിയത്തില്ല. ആ മെയ് മാസമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ള ആധാരമാണ് ഞാൻ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ബ്രദറെ പറഞ്ഞു. അത് മെയ് മാസം അത് എന്റെയാണ്. മെയ് മാസത്തിലാണ് എന്റെ ഒരു ആധാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തായിരുന്നു. വിൽപത്രമായിരുന്നു. അച്ഛനെ അതെന്നാ പറ്റി? അത് രജിസ്റ്റർ ചെയ്തപ്പോ അനിയത്തിയുടെ ഭർത്താവ് അത് പ്രശ്നം ഉണ്ടായി. ആ ആധാരത്തിന്റെ പേരിൽ പ്രോബ്ലം, അത് അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കി. അത് കോടതിയിൽ ഇത്തിരി പ്രശ്നമൊക്കെ ആയതാണ്. അത് മെയ് മാസത്തിലാണ് ഞാനത് രജിസ്റ്റർ ചെയ്തത്. കണ്ടോ? സ്വോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ വിഷയം വല്ലതും ബ്രദറെ എന്നോട് വല്ലതും ബ്രദർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല.
ഓ കർത്താവ്, യേശു തൊടാൻ വേണ്ടി പോകണം. നമുക്ക് ഭാരമായ ഇതിന്റെ പിന്നിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയാതെ, നന്മ അനുഭവിക്കാൻ കഴിയാതെ പിശാചിട്ട എല്ലാ കുരുക്കും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ വിട്ട് മാറിപ്പോകുന്നു. ഇപ്പോൾ ഞങ്ങളിത് കൽപ്പിക്കുന്ന അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ അവിടെ ഈ ചില സമയത്ത് കാല് കുത്തുമ്പോൾ അസഹ്യമായിട്ടുള്ള വേദന, സഹിക്കാൻ കഴിയാത്ത വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം വന്നുകൊണ്ടിരിക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വല്ലാത്ത ഭാരം വരുന്നതാണ്, വല്ലാത്ത വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ കൈയെടുത്ത് വെച്ച് അത്ഭുത സൗഖ്യം പകരുവാണ്, അത്ഭുത സൗഖ്യം പകരുകയാണ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആ വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, അത്ഭുതത്തെ കൽപ്പിക്കുന്നപ്പ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇപ്പോൾ സംഭവിക്കുന്നല്ലോ അവരുടെ ശരീരത്തിന്റെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇപ്പോൾ ആ വ്യക്തികളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവ് എന്നെ ഒരു സിനിക്ക് വേണ്ടി, സിനിയാണ്, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു. ഈ സിനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മൂത്ത ഒരു പെൺകുട്ടീനെ ഞാൻ സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണുവാണ്. മൂത്ത പെൺകുട്ടിയാണ് സിനിയെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത്. ആ സിനിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കേൾക്കുന്നത് ആ വ്യക്തിയെ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സാക്ഷി. സിനി സിസ്റ്റർ ആണോ? മൂത്ത മോളാണോ ഉള്ള സിസ്റ്റർക്ക്? മൂത്തത് മോളാണോ സിസ്റ്ററുടെ? ഇല്ല, ഞാനാ മൂത്തത്. സിസ്റ്റർക്ക് മൂത്ത മോളുള്ള സിനി ആരാണോ ആ വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, എന്റെ സഹോദരന്റെ മോളാ സിനി, മൂത്ത മോളാണ്. അവൾക്ക് കുട്ടികളില്ല. അവൾ 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് അത്ഭുതകരമായ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവ്. ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ. കുടുംബങ്ങളുടെ മേൽ കർത്താവ് അങ്ങ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നല്ലോ. ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തി എന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. നിങ്ങളുടെ വലിയ മഹത്വം ഇന്ന് കർത്താവ് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. വലിയ മഹത്വത്തെ കർത്താവ് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയും. ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു മുറ്റം ഞാൻ കാണുന്നുണ്ട്. ആ മുറ്റത്ത് ഒരു ജാതിയുടെ മരം ഉണ്ടായിരുന്നു, ജാതിക്ക ഉണ്ടായിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വെട്ടി നീക്കി. ജാതി മരം ഉണ്ടായിരുന്നു മുൻവശത്ത്, അതിപ്പോ അവിടെ നിന്ന് വെട്ടി നീക്കി. ഞാൻ ആ ഭവനത്തെ കർത്താവ് ഒരു അടയാളം കാണിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയും ആ ഒരു കുടുംബത്തിന്റെ അകത്ത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ വിഷയമുണ്ടായി. ആ അതായത് പലതവണ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് മുമ്പ് ചില സമയങ്ങൾ മുതൽ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം കടന്നുകൂടിയിട്ട് കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത പോലും നഷ്ടപ്പെടുത്തിയ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം കയറിപ്പോകുന്നു. ഈ ദിവസങ്ങളിൽ വലിയൊരു ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. കർത്താവ് ഇന്ന് ആ വിഷയത്തെ തൊടാൻ വേണ്ടി പോകുന്നു. ഈ അടയാളം അനുഭവിക്കുന്ന ഉള്ള കുടുംബം ഏതാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആമേൻ പറഞ്ഞ് ആലോചന ആരുമായിട്ടാണോ ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കയറിക്കൂടിയ സകല വിഷയങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് കാൽവരി ക്രൂശിൽ കർത്താവ് വില കൊടുത്തത് കൊണ്ട് നമ്മൾ തകരുവാനുള്ള വിലയല്ല, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വിലയാണ്. നന്ദി യേശുവേ. എന്റെ മൂത്ത മോള് സിനിയാണ്. ആ മോള് സർജറി കഴിഞ്ഞ് കിടക്കുവാണ്, ട്രീറ്റ്മെന്റിലാണ്. ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ
ഞാനൊരു കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്ന ആ ഭവനത്തിന്റെ ഹോളില് ഈ ചിത്രശലഭത്തിന്റെ ഒരു ചിത്രം, ഒരു ചെറിയൊരു എന്തോ ഒരു ചിത്രശലഭമാണ്. അതിന്റെ ഒരു സ്റ്റിക്കറോ മറ്റോ എന്തോ അതേപോലെ ഭിത്തിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ ഒരു ചിത്രം ഞാൻ ആ കുടുംബത്തിൽ കാണുവാണ്. ഞാൻ ആ കുടുംബത്തെ കാണുന്ന സമയത്ത് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ലീലാമ എന്ന് പറയുന്ന ഒരു പേര് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തി വീടിന്റെ അകത്തോട്ട് കയറി വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആ വ്യക്തി, ആ കുടുംബം, ഈ അടയാളം കാണുന്ന കുടുംബം എന്നെ സൂമിലോ ലൈവിലോ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളം. ആ വ്യക്തി നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി മുഖാന്തരം ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ തുറന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായി അത് തീരട്ടെ, ആ ഭവനം മാറട്ടെ. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ, കർത്താവിന്റെ സാക്ഷ്യമായി ദൈവമേ അങ്ങ് മാറ്റുന്നല്ലോ അപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബം കാണിക്കുന്നു. ബോബി എന്നും ബിബിൻ എന്നും പറയുന്ന 2 വ്യക്തികളുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ബോബി എന്നും ബിബിൻ എന്നും പറയുന്ന 2 വ്യക്തികളുള്ള ഭവനത്തെ, ഇന്ന് ആ ഭവനത്തിൽ ആ തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് ആ തലമുറകൾ മാറാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ മഹത്വം കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു പറയുന്ന ബോബിയും ബിബിനും ഉള്ള ഭവനം ഏതാണോ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ഏറ്റെടുത്ത തലമുറകൾക്ക് വേണ്ടി ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുത വിടുതൽ ആ കുടുംബത്തിന് മേൽ സംഭവിക്കട്ടെ. അപ്പ നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. റിക്സൺ എന്ന് പറഞ്ഞ ഒരു മകനുള്ള, ശ്രദ്ധിച്ചോണെ, റിക്സൺ എന്ന് പറഞ്ഞ ഒരു മകനുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. റിക്സൺ എന്നാണ് പേര്. റിക്സൺ എന്ന് പേരുള്ള മോനുള്ള ഒരു കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാനിത് യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ സാക്ഷ്യമായി ആ തലമുറകൾ മാറട്ടെ. ദൈവനാമ മഹത്വം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ അപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവെ മാറട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾക്ക് സൂമിലാണ് ആലോചന ഇടപെടുന്നവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. അല്ല ലൈവിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് മണികളെ നിങ്ങൾ സാക്ഷ്യമായിട്ട് അയക്കുക. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങളോട് ആലോചന ഇടപെടുന്ന സമയങ്ങളിൽ നിങ്ങളത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ മതി. നന്ദി യേശുവേ, നന്ദി കർത്താവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു അഡ്വക്കേറ്റ് അനിൽ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ എന്നെ കർത്താവ് കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, അനിൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസുമായിട്ട്, ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി വലിയൊരു ഭാരമായി കിടന്നതാണ്. ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ വ്യക്തിയുമായിട്ട്, അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സ്വീകരിച്ചോണം. കർത്താവിന്റെ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞു സിസ്റ്ററെ. ഞാനാണ് പാസ്റ്ററെ, സുലോചന. ഞാനാണ്. ഞങ്ങളുടെ ഒരു കേസ് 42 വർഷമായി. അങ്ങനെ ഒരു കേസായിരുന്നു. അതൊരു അനിൽ അഡ്വക്കേറ്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുവരെയും വഴി തുറന്നില്ല. ഇപ്പൊ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിലും ഇത് പ്രവചിച്ചിരുന്നു. ഒരു അനിൽ അഡ്വക്കേറ്റാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർത്താവ് വീണ്ടും അത് ഉറപ്പിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം തൊടാൻ വേണ്ടി പോവാം. നന്ദി കർത്താവ്. ആ വീക്ക് കർത്താവ് 42 വർഷമായിട്ട് കറക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് നിരപ്പാകട്ടെ, സാക്ഷ്യമായി തീരട്ടെ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരാളുടെ ഒരു സ്വപ്നം പോലെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ദിവസങ്ങളിൽ എന്നെ സൂമിലോ കേൾക്കുന്ന ആൾക്കാർ സ്വപ്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വപ്നത്തിലൂടെ, സ്വപ്ന എന്ന് പേരുള്ള വ്യക്തിയെ പെട്ടെന്നൊരു സ്വപ്നം കണ്ട ആ വ്യക്തിയെ അറിയാവുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ സ്വപ്നത്തിലൂടെ കണ്ട
ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കർത്താവ് കാണിച്ചതാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ വ്യക്തിയെ സ്വപ്നം കണ്ടത് ആരാണോ ഇന്ന് എന്നെ കേൾക്കുന്നത്, അത് വെറും ഒരു സ്വപ്നമല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കർത്താവ് തന്നതാണ്. ഇന്ന് സൂമിലോ ലൈവിലോ ആ കാണുന്ന വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്വപ്ന എന്ന പേരുള്ള വ്യക്തിക്ക് വേണ്ടി, കണ്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം നിങ്ങളെ ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ സാക്ഷിയായിട്ട് കർത്താവ് നിങ്ങളെ ആ വ്യക്തിക്ക് മുമ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് ഒത്തിരി സമയം നീണ്ടുപോയി. രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറഞ്ഞ് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചിരിക്കുന്നു. എനിക്ക് സൗഖ്യത്തിന്റെ അവകാശിയാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന അത്ഭുതകരമായ സൗഖ്യം ശരീരത്തിന്റെ മേൽ സംഭവിക്കുന്നു. അത്ഭുത വിടുതൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. അങ്ങ് തൊട്ട് വിടിവിക്കുന്ന ദൈവമാണല്ലോ. അപ്പൊ അത്ഭുത മന്ത്രിയാണല്ലോ. അങ്ങ് മക്കളെ സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. സമയം ഇച്ചിരി കയറിപ്പോയി. വരും ദിവസങ്ങളിൽ നമുക്ക് സമയത്തിന്റെ ഒരു ക്രമീകരണത്തിലേക്ക് പോകണം. കർത്താവ്, ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. വാരി വിതറി കൊടുക്കുവാൻ നന്മയുണ്ടാകട്ടെ. അനേക രാജ്യങ്ങളിൽ സുവിശേഷവും വെളിപ്പെടുവാൻ, സത്യസുവിശേഷം കൊണ്ടുപോകുവാൻ കർത്താവ് അവരെ നിറയ്ക്കുന്ന ജോലിയിൽ, ബിസിനസ്സിൽ വർധനമുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയുവാൻ ശ്രമിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ വിട്ടു പറയാൻ വേണ്ടി പോവാണ്. അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. എനിക്കൊരു പറഞ്ഞു. ബ്രദർ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റിക്കർ പോലെ എന്തോ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നെന്ന് മോളയില്. അത് ഞാൻ എൻ്റെ മകളുടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. മോളുടെ വീട്ടിലാണ് ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഏറ്റെടുക്കുക. പിന്നെ ഇന്ന് രാവിലത്തെ 23rd മെസ്സേജിൽ ബ്രദർ പറഞ്ഞു, ഒരു സാംകുട്ടിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ആ സാംകുട്ടിക്ക് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാനാണ്. എനിക്കൊരു മകനുണ്ട്. ആ മകനെയും ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുന്നെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദർ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്ന ആലോചനയാണ് സിസ്റ്റർ പറഞ്ഞത്. യൂട്യൂബിൽ വന്നത് ഇന്ന് വലിയൊരു സാക്ഷ്യമായിട്ട് മാറ്റും കേട്ടോ. ഓക്കെ താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഇന്നലെ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 40 വർഷമായിട്ട് എൻ്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം പോയി നോക്കിയപ്പം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മുഴ അപ്രത്യക്ഷമായിട്ട് പോയി. നല്ല ദൈവത്തിന്റെ വലിയ കൃപ. ആമേൻ. ഇത് വലിയൊരു അത്ഭുതം കേട്ടോ. ബ്രേസ് 40 വർഷമായിട്ട് ഉണ്ടായിരുന്ന തൊണ്ടയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയായിരുന്നു സിസ്റ്ററെ. ഇന്നലത്തെ പ്രാർത്ഥനയിലാണോ? ഞാൻ എന്നും പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. ദൈവത്തിന്റെ കര എന്റെ മേലിൽ വെക്കാൻ പറഞ്ഞു. ഈ തൊണ്ടയിലെ മുഴയ്ക്ക് എനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പൊ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് അത് ഇങ്ങനെ 2 എക്കിള് വന്നപ്പോ ഞാൻ ഓടിപ്പോയി വെള്ളം കുടിച്ചപ്പം ഒരു വലിയൊരു ഒരു സാധനം അങ്ങോട്ട് ആ വെള്ളത്തിന്റെ കൂടെ വയറ്റിലോട്ട് ഇറങ്ങിപ്പോയി. ഏത് വചനമാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇത് എന്റെ ആലയം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ആലയത്തിനകത്ത് ഒരു രോഗത്തിന്റെ ശക്തിക്കും ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് പറഞ്ഞു എന്റെ ശരീരം. കണ്ടോ? നിങ്ങൾ കേട്ടെ, രോഗസൗഖ്യം നടന്നത് വളരെ സിമ്പിൾ ആണ്. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു, ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. കഴിഞ്ഞ ദിവസം മെസ്സേജ് അല്ലേ സിസ്റ്ററെ?
ഇവിടെ രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. കണ്ടോ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ വിശ്വസിച്ചു. 40 വർഷമായിട്ടുണ്ടായിരുന്ന തൊണ്ടയിലെ മുഴ യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ടു മാറി. ഡോക്ടർ പറഞ്ഞതാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് തൊട്ടു. യേശുവിന്റെ മുറിവിനാൽ അവിടെ സൗഖ്യം വന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് സുവിശേഷം. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കും. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, വലിയ സാക്ഷ്യത്തിന് നന്ദി. കാലപ്പഴക്കം ചെന്ന് പിടിച്ചു വെച്ചത് തമ്പുരാൻ വിടിവിച്ചത് കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അത്ഭുത മന്ത്രി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറഞ്ഞു. ബ്രദറെ, എന്റെ മോന് കുറെ നാളായിട്ട് സ്നാനപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവന് എന്തോ ഒരു മടി പോലെയൊക്കെ ആയിരുന്നു. പിന്നെ ബ്രദർ പറഞ്ഞാല് വചനം പറഞ്ഞ് ഞാൻ അതിന് വചനത്തിൽ ജാതികളുടെ എന്ന് പറയുമ്പോ അവന്റെ മോന്റെ പേര് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മോനിപ്പോ നാളെ സ്നാനപ്പെടാൻ ഒരുങ്ങാണ്. പിന്നെ വളരെ സന്തോഷമുണ്ട് ബ്രദർ. ഈ വചനം പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ നാളെ സ്നാനം നടക്കുകയാണ്. പിന്നെ കാലാവസ്ഥ നന്ദി കർത്താവേ. അനുകൂലമാണ്. കർത്താവിന്റെ വലിയ സഹായ കൃപയ്ക്ക് നന്ദി പറയുന്ന സ്വർഗത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകന് വേണ്ടി വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം അവനെ സ്നാനത്തിന് വേണ്ടി ഒരുക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. വലിയൊരു സാക്ഷ്യമായി കർത്താവ് മാറ്റും. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. എന്തോ കഴിഞ്ഞ ഞായറാഴ്ച രാവിലത്തെ ഷോർട്ട് മെസ്സേജില് ബ്രദർ 1998 ജനിച്ച ഒരാളുടെ സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ഒരു ആലോചന പറഞ്ഞു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അപ്പൊ അത് എന്റെ മോൾ 1998 ജനിച്ചതാണ്. അവള് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി പല തടസ്സങ്ങളായിരുന്നു. അപ്പോ അതിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ഒരു 6 മാസത്തോളം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പാസ്സായി. അവര് വിസയുടെ പ്രോസസ്സിംഗ് നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഏറ്റെടുക്കുകയാണ് മോൾക്ക് വേണ്ടി. തീർച്ചയായിട്ടും ദൈവം ഒരു സാക്ഷിയായിട്ട് മാറ്റും. വലിയ അത്ഭുതമാക്കി ദൈവം അത് മാറ്റും. സിസ്റ്റർ ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു. ബ്രദർ, ഞാൻ ഇന്നലെ ബ്രദർ മുഴകള് ഉള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് എനിക്ക് PCOD ഉള്ളതാ. അപ്പൊ കഴിഞ്ഞ മാസം നോക്കിയപ്പോ എനിക്ക് സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ ഈ പ്രെയർ കേട്ടിട്ടാണ് പിന്നെ സ്കാനിങ്ങിന് പോയെ. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ച് ഏതെങ്കിലും സിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. സിസ്റ്റുകൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നതാ. അപ്പൊ ഇപ്രാവശ്യം അത് ഇല്ല. ഞാൻ ഈ പ്രെയർ ഞാൻ വിചാരിച്ചു ഈ പ്രെയർ കേട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. അങ്ങനെ ഇതും വലിയൊരു സാക്ഷി തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്ററെ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കാൻ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, PCODയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പ് വചനം കേട്ടു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ അവിടെ എന്തെങ്കിലും മുഴ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നാ പറഞ്ഞ അവിടെ ഇല്ല ഇപ്പൊ എല്ലാം ക്ലിയർ ആണ് പറഞ്ഞു. എല്ലാം ക്ലിയർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഈ ഗ്യാപ്പിൽ സംഭവിച്ചത്? ഒറ്റ കാര്യം സംഭവിച്ചു. വിശ്വാസത്തിന്റെ വചനം കേട്ടു, യഥാർത്ഥ സുവിശേഷം കേട്ടു, വിശ്വസിച്ചു. കണ്ടോ, സൗജന്യമായി നമ്മൾ പറഞ്ഞില്ലേ, ഫ്രീലി സൗജന്യമായി കിട്ടിയത് കർത്താവിന്റെ നാമത്തിൽ നമുക്കത് അനുഭവിക്കുകയാണ്. ഒരു വിലയും കൊടുക്കണ്ട. അതാണ് പ്രിയ സഹോദരി പറഞ്ഞത്. മുഴ ഉണ്ടായിരുന്നു, ഇപ്പൊ മുഴ അവിടെ ഇല്ല. മുഴകൾ അപ്രതീക്ഷിതമാകുമെന്ന് പറഞ്ഞല്ലോ. ഏറ്റെടുത്തത് അത്ഭുതം കണ്ടു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. അനേകരോട് ഈ സാക്ഷ്യം പറയണം. വലിയ കൃപ ദൈവം തരും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. കേൾക്കുന്നുണ്ടോ മാസ്റ്റർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. എന്റെ പേര് സുമ എന്നാണ്. ഞാൻ എറണാകുളത്താണ്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. 14 ദിവസമായിട്ട്. എനിക്ക് കഴുത്തിലെ സ്പോണ്ടിലൈസിസ് എന്നത് സിവിയർ ആയി. ഒരു 10 വർഷത്തിന് മുന്നേ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ ഇന്നലെ എനിക്ക് കഴിഞ്ഞ ദിവസം വരെയും ഭയങ്കര വേദന. ഇവിടെ അവര് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കുറവില്ല. നീര് വന്നിട്ട് അതങ്ങ് കല്ലിച്ചു പോയി. അപ്പം പറഞ്ഞ് പതുക്കെ മാറത്തുള്ളൂ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നലെ പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഞാൻ ഓൺലൈനിൽ മിക്കവാറും ദിവസം ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ പ്രാർത്ഥനയിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ആ നിമിഷം തന്നെ ആ വേദന എന്ന് വെച്ചാൽ ഞാൻ കിടക്കത്തില്ല. രാത്രി മൊത്തം നടന്ന് വെളുപ്പിനെ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് ഉറങ്ങുന്നു.
പക്ഷെ ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി, വേദന കംപ്ലീറ്റ് മാറി എനിക്ക്. ഓ സ്വോത്ര സിസ്റ്റർ, എത്ര വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു സിസ്റ്റർക്ക്? 10 വർഷത്തിന് മേളില. ഒരു എന്റെ മോനിപ്പോ 15 വയസ്സായി, അവനൊരു 3 വയസ്സുള്ളപ്പം തുടങ്ങിയതായിരുന്നു. ഓ 10 വർഷം. എന്നാ നിങ്ങൾ ആലോചിക്കും, ഈ സാക്ഷിയൊക്കെ കേൾക്കും, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമേ. ഫാസ്റ്റ് സ്റ്റിൽ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഇപ്പൊ ഇന്ന് രാവിലെ എന്റെ ഡോക്ടർ വന്ന് കണ്ടിട്ട് മിടുക്കിയായിട്ട് ഇരിക്കുക. എന്റെ മുഖത്തൊക്കെ എന്തോ നല്ലൊരു പ്രസാദം ഉണ്ടല്ലേ. അതായത് വേദന കാരണമാണ് സിസ്റ്റർ അഡ്മിറ്റ് ആയത് അല്ലേ? അതെ അതെ അതെ. എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ വെച്ച് വർക്ക് ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇന്നലത്തെ പ്രാർത്ഥന സിസ്റ്റർ കൈക്കൊണ്ടത് അല്ലേ? അതെ അതെ അതെ. ഓ നിങ്ങൾ കേട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. 10 വർഷമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു, വളരെ കിടക്കാൻ പോലും പറ്റാത്ത വേദനയാൽ, അതിവേദനയാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് കേട്ടത്. എന്നാൽ ഇന്നത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത്രയും നാള് 10 വർഷമായിട്ട് ഉണ്ടായിരുന്ന വേദനയിൽ നിന്ന് പൂർണ്ണ മാറ്റം ഉണ്ടായ സിസ്റ്റർ ഇപ്പം പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല. ഉറക്കെ പറഞ്ഞു പൂർണ്ണ മാറ്റമുള്ളവരൊക്കെ ഉറക്കെ പറ. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഞാൻ ഓ യേശുവേ, പിന്നെ അലക്കി തുണി അലക്കി എനിക്ക് തുണി മുറുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. നിങ്ങളിത് തുണി മുറുക്കി കേൾക്കുന്നുണ്ടോ? നന്നായിട്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? 10 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു. തുണി പോലും ശരിക്കും മടക്കാൻ പറ്റത്തില്ലായിരുന്നു. കിടന്ന പോലെ ഉറങ്ങാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് ഈ രോഗസൗഖ്യ പ്രാർത്ഥന കേട്ടത്. യേശു തൊട്ടു, സുഖമായി ഉറങ്ങി, സൗജന്യമായി. ഇതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി വില കൊടുത്തു പ്രിയരെ. ഇത് സൗജന്യമാണ്, ഇത് നിങ്ങളുടെ അവകാശമാണ്. രോഗശക്തിയെ ചുമക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ എന്തിനാണ് രോഗത്തെ ചുമക്കുന്നത്? പറയണം. കർത്താവിന്റെ മുറിവ് നമ്മുടെ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഡോക്ടർ തന്നെ പറഞ്ഞു മിടുക്കിയായിട്ടിരിക്കുന്നു. നോക്കി, രോഗിയായി വന്നയാള്, വേദനയായി വന്നയാള് ഇപ്പൊ മിടുക്കിയായിട്ടിരിക്കുന്നു. ഒറ്റ രാത്രിയിൽ സംഭവിച്ചത് എന്താണ് അവിടെ? ഇന്നലത്തെ ദിവസം ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അതെനിക്ക് 100% ഉറപ്പിച്ചു പറയാൻ കർത്താവിനെ തൊട്ടതാണ്. കാരണം ഇന്നലെ ഫിസിയോതെറാപ്പി തന്നെ ചെയ്തില്ല. ഇന്നലെ ഡോക്ടർ അവധിയായിരുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് അവധിയായിരുന്നു. അത് വലിയൊരു സാക്ഷ്യമാണ്. ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വന്നത് ഞാൻ പൊളഞ്ഞാണ് കിടക്കുന്നത്. ഓ നിങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥ. ഇതാണ് നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതിന്റെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആലോചിക്കും. ഈ സഹോദരി ഇത്ര വേദന, ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു പോലുമില്ല. അതെങ്കിൽ പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞാൽ ഞാനത് ചെയ്തതുകൊണ്ടാണ് മാറിയെന്ന്. നോക്കി, ഒന്നും ചെയ്തില്ല, ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർ വന്നില്ല, പക്ഷെ ആ രാത്രിയിലെ പ്രാർത്ഥന സൗഖ്യമാക്കി. കണ്ടോ, ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. നിങ്ങൾ സുവിശേഷം പറയാതിരുന്നാൽ രോഗികൾ സൗഖ്യമാകുകയില്ല. നിങ്ങൾ ഈ സുവിശേഷം, അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ നാമത്തിൽ വിതയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഈ സുവിശേഷം ലോകം എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ കർത്താവിന്റെ വേല. അല്ലല്ല ബ്രദറിനൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയല്ല, ലോകത്തിൽ എത്തിക്കണം സുവിശേഷം. എന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ കേട്ടില്ലേ സിസ്റ്ററെ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? വേഗത്തിൽ പറഞ്ഞു. ബ്രദർ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ ഈ ജൂലൈ മാസത്തിൽ തുടങ്ങിയാണ് ഞാൻ ഈ പ്രാർത്ഥനയെ കുറിച്ച് അറിഞ്ഞതും കയറാൻ തുടങ്ങിയതും ഒക്കെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി പറഞ്ഞ. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ കയറി. അപ്പൊ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ഇങ്ങനെ രോഗികൾക്ക് യേശുവിന്റെ അടിപ്പിണരുകൾ ആ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ ഈ അത് കഴിഞ്ഞിട്ട് സാധാരണ രീതി മരുന്ന് അങ്ങ് വലിച്ചിട്ട് ഞാൻ കയറി കിടക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ മരുന്ന് വലിക്കത്തില്ല. യേശുവിന്റെ അടിപ്പിണരുകളെ എനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു, ഇന്ന് തുടങ്ങി ഞാൻ മരുന്ന് വലിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കയറി കടന്നു. മരുന്ന് വലിക്കാതെ ഞാൻ കടന്നാൽ ഞാൻ ഒരു ഉറക്കത്തിൽ ഒന്ന് ഉറങ്ങി അങ്ങ് പകുതി ആകുമ്പോഴത്തേക്കും തന്നെ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ എഴുന്നേക്കുമായിരുന്നു. അന്ന് എനിക്ക് ശ്വാസം മുട്ടിയില്ല. ഞാൻ കാലത്തെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചെറിയ ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് വലിക്കത്തില്ല, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. എനിക്ക് ജോലി ചെയ്യുന്ന ഞാനൊരു കടയിലെ സ്റ്റാഫാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് പൊടിയൊക്കെ അടിക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകും, ഇടയ്ക്ക് മരുന്ന് വലിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് ശ്വാസം മുട്ടിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. അതുപോലെ ഞാൻ പല വചനങ്ങൾ, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എൻ്റെ ശരീരം, അവിടെ രോഗത്തിന് സ്ഥാനമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ
ഒരു ഒരാഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളൂ. ഞാൻ ദേഹത്തെ കൊല്ലാൻ കഴിയുന്ന സാത്താനെ ഞാൻ ഭയപ്പെടുകയില്ല. ദേഹത്തിന്റെ മേലും അധികാരമുള്ള എൻ്റെ കർത്താവാണ് എൻ്റെ രക്ഷകൻ. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ദൈവവചനം മുഴുവൻ ഞാൻ ഈ ആഴ്ചകളിലെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. ഈ തിങ്കളാഴ്ച തുടങ്ങി, ഇന്ന് തിങ്കൾ ചൊവ്വ ബുധനായി, ഈ ബുധനാഴ്ച വരെ പിന്നെ എനിക്ക് ശ്വാസം മുട്ടിയിട്ടേ ഇല്ല. ഓ സിസ്റ്ററെ, എത്ര വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു? എത്ര നാളായിട്ടുള്ളതായിരുന്നു? എൻ്റെ ഓർമ്മയിൽ 2017 തുടങ്ങി ഞാൻ ഈ മരുന്ന് കഴിക്കുകയും പിന്നെ ഒരു കൊറോണ ടൈം കഴിഞ്ഞപ്പോൾ മരുന്ന് വലിക്കാനും ഒക്കെ തുടങ്ങി. ഇതുവരെ എനിക്ക് പിന്നെ ഞാനിത് നിർത്തി കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ആ മരുന്ന് പിന്നെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ദൈവം എനിക്ക് പൂർണ്ണമായ സ്തോത്രം. വിടുതല് ആമേൻ. നൽകി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇത് ആ സിസ്റ്റർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത ആ സഹോദരിക്കായിട്ട് ഞാൻ നന്ദി പറയും. നിങ്ങൾ ആ സഹോദരിയുടെ സൗഖ്യത്തിനുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഈ പ്രാർത്ഥനാ ലിങ്ക് ആ സഹോദരി പറയുകയാണ്, കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അയച്ചു കൊടുത്തു. അത് നിമിത്തം വചനം കേൾക്കാൻ തുടങ്ങി. വചനം കേട്ടപ്പോൾ മനസ്സിലായി, എൻ്റെ ശരീരം രോഗത്തിനുള്ളതല്ല, യേശുവിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്, രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് വിശ്വസിച്ചു. 2017 മുതൽ തുടങ്ങിയ രോഗ ബുദ്ധിമുട്ടായിരുന്നു. അത് രോഗത്തിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. എനിക്ക് ഇൻഹേലർ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഭേദമാകിയല്ല. 2 നേരം ഡോക്ടർ ആദ്യം മരുന്ന് തന്നു. ഞാനത് 2 നേരം കഴിച്ചാൽ എനിക്ക് ഈ ജോലിയും കൂടെ എടുക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ മാറിയല്ലായിരുന്നു. അത് 3 നേരം 4 നേരം 5 നേരം അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് കുറയാനായിട്ട് ചിലപ്പോൾ വേഗം കൂടുതലായിട്ട് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥകളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം പല ആശുപത്രി മാറി മാറി കണ്ടു. പിന്നെ മരുന്ന് വലിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നേരം മരുന്ന് വലിച്ചില്ലെങ്കിൽ അന്ന് രാത്രി തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയൊക്കെയായിരുന്നു ഞാൻ കടന്നു ഓ എന്റെ പോയിക്കൊണ്ടിരുന്നത്. യേശുവേ, സുവിശേഷത്തിന്റെ ശക്തി ഭയങ്കരം, സുവിശേഷത്തിന്റെ സാധ്യത ഭയങ്കരം. ആ സഹോദരി പറഞ്ഞു കേട്ടില്ല, ഇത്രയും അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. 2, 3, 4 നേരം കഴിച്ചിട്ടും വ്യത്യാസം വന്നില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയിലായിരുന്നു പലപ്പോഴും. നിങ്ങൾ ഈ സുവിശേഷം ഈ കൊടുക്കുന്ന സമയത്ത് ആലോചിച്ചു, ഒരു വ്യക്തിയുടെ ജീവിതം മാറുവാണെന്ന് സഹോദരി പറയും. ഇപ്പം മരുന്ന് എടുക്കേണ്ട, ദിവസം 3, 4 പ്രാവശ്യം കഴിച്ചിട്ടും മാറാത്തത് ഇപ്പം മരുന്നില്ലാതെ, ഒരു ശ്വാസ തടസ്സവും ഇല്ലാതെ സുഖമായി നടക്കുന്നു. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. കേട്ട നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം ഉറപ്പിച്ചോണം, യേശു നിങ്ങളെ ഉപയോഗിക്കും. കർത്താവിന്റെ ഏത് രോഗിയെ കണ്ടാലും ഒരു മടിയും വേണ്ട. നിങ്ങളുടെ മനസ്സിലൊരു കാര്യം, ഈ രോഗിക്ക് വേണ്ടിയാണ് യേശു വില കൊടുത്ത്. ഇത്രയും മനസ്സിൽ വരണം. ഈ രോഗി സൗഖ്യമാകാൻ വേണ്ടിയാണ് യേശു അടികൊണ്ടത്. ഈ രോഗിക്ക് സൗജന്യമായി സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ് യേശു വില കൊടുത്തത്. ഇത് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ആ വ്യക്തിയുടെ കൈവച്ച് പ്രാർത്ഥിക്കുക, നിങ്ങളിലൂടെ വലിയ പ്രവർത്തികൾ നടക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? ബ്രദറെ, ഇതുപോലെ തന്നെ എനിക്കും ഉണ്ടായ ഒരു അനുഭവം. ഞാൻ എന്റെ അനിയത്തി പറഞ്ഞിട്ട് ഒരു ചേട്ടന് വയറുവേദനയായിട്ട് 5 ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണായിരുന്നു. കിഡ്നിയിൽ കല്ലായിട്ട് വേദന മാറുന്നില്ല. മരുന്ന് ചെയ്തിട്ട് ആ ചേട്ടന് വേദന മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അനിയത്തി പറഞ്ഞ്, ചേച്ചി ഒരു ലിങ്ക് തരും. അപ്പൊ ആ ചേട്ടന്റെ വൈഫിനെ കൊണ്ട് എനിക്ക് നമ്പർ ഇടിച്ചെന്ന്. അങ്ങനെ ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്ത് അവരന്ന് പ്രാർത്ഥനയിൽ കയറിയ സമയത്ത് തന്നെ ബ്രദറ് രോഗികൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ആ ചേട്ടന്റെ ആ വേദന ഉള്ള വയറുഭാഗത്ത് ആ ചേച്ചി കൈവച്ചോടി. ആ വേദന അപ്പൊ തന്നെ വേദന മാറി. അന്ന് ആ ചേട്ടൻ കിടന്നുറങ്ങി. 5-ന്റെ അന്ന് പിറ്റേ ദിവസം നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഓ സ്വോത്രം, വലിയ അത്ഭുതം. വലിയൊരു അനുഗ്രഹവും അത്ഭുതവും ദൈവം ചെയ്ത്. ഭയങ്കര വിശ്വാസത്തിലായി അതോടുകൂടി ആ ചേട്ടൻ. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ യേശുവിനെയാണ് പരിചയപ്പെടുന്നത്. സുവിശേഷം പറയുമ്പോൾ ആന്ന് വെച്ചൊക്കെ വേദനയാൽ ഭാരപ്പെട്ട് ഉറങ്ങാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു. ആ പ്രാർത്ഥനയിൽ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്താണ് അവർ കയറിയത്. ആ സമയത്ത് തന്നെ യേശുവിന് ആ വേദന അപ്പം തന്നെ വിട്ടുമാറി. പറഞ്ഞു കണ്ടില്ലേ, സുഖമായി കടന്നുറങ്ങി. പിറ്റേ ദിവസം ഡിസ്ചാർജ് മേടിച്ചു. ഓ യേശുവേ, അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്, അത്ഭുതം നിങ്ങളുടെ അവകാശമാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, പറഞ്ഞു. എന്തോ? മോളി തോമസ് എന്ന് പറഞ്ഞത് എന്റെ കസിൻ ബ്രദറും വൈഫുമാണ്. അവരുടെ മോളുണ്ട്, അവർക്ക് മക്കളില്ല, ഒരു 8 വർഷം കഴിഞ്ഞു. അതായത് മോളി എന്നും തോമസ് എന്നും പറഞ്ഞ വ്യക്തിയുടെ മോളെ ദൈവം തുടർന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ ആണ് പറയുന്ന സൗരി. അതെ അതെ അതെ. അവർ ആ മോക്ക് മക്കളില്ല. ഇല്ല.
അവരെ കേൾപ്പിക്കുക, ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കുക. ആ മകളെ, അതാണ് മോളിയുടെയും തോമസിന്റെയും മോളെ ദൈവം തൊടാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ തലമുറയില്ലാതെ ഭാരപ്പെടുക പറയാം. അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയണം യേശു തൊടാൻ വേണ്ടി പോവുക. ദൈവം തലമുറയെ തരും. കൂട്ടായ്മ ആചരിക്കുക, വചനത്തിൽ കേൾക്കുക, ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്. അവരെ കേൾപ്പിക്കുക കേട്ടോ. മറ്റാരെങ്കിലും എന്തോ പറഞ്ഞു? ബ്രദറെ, എന്തോ തിങ്കളാഴ്ച ബ്രദർ ഒരു പാസ്പോർട്ട് നമ്പർ പറഞ്ഞായിരുന്നു 170, അത് കഴിഞ്ഞിട്ട് ഒരു 61 എന്നും കൂടെ പറഞ്ഞു. എന്റെ പാസ്പോർട്ട് നമ്പർ തുടങ്ങുന്നത് തന്നെ 6170 എന്നാണ്. ബ്രദർ പറഞ്ഞ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയ്ക്കായി ദൈവം ഒരുക്കുന്നെന്ന്. എന്റെ സിസ്റ്റർ, ഈ പാസ്പോർട്ട് ഞങ്ങളോട് വല്ലതും കാണിച്ചിട്ടുണ്ടോ സിസ്റ്റർ? നമ്പർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഓ എന്റെ യേശുവേ, തുടങ്ങുന്നത് തന്നെ 6170 എന്ന നമ്പർ. ദൈവത്താലുള്ളൊരു യാത്ര തുറക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ദൈവത്താലുള്ള യാത്ര. അബ്രഹാമിനെ ദൈവം യാത്ര അയച്ചു. ദൈവം യാത്ര എന്ന് വെച്ചാൽ ഈ പാസ്പോർട്ട് നമ്പർ ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ സിസ്റ്റർ? എന്തേലും സാധ്യത ഉണ്ടോ ഈ പാസ്പോർട്ട് നമ്പർ ഞങ്ങൾക്ക് കിട്ടാൻ? സാധ്യതയില്ല, ഒന്നുമില്ല. എന്തേലും സാധ്യത ഇല്ല ഇല്ല, ഒന്നും. ഇതെങ്ങനെ വെളിപ്പെട്ടു? എങ്ങനെ വെളിപ്പെട്ടു? ദൈവം വെളിപ്പെടുത്തിയതാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവ് അതിലേക്ക് ഒരു സീല് വീഴാൻ വേണ്ടി പോവാണ്. അപ്പൊ ചിലർ കളിയാക്കുമായിരിക്കും, കർത്താവ് എന്നെ പാസ്പോർട്ട് സീല് വെക്കാന്നാണ്. അബ്രഹാമിനെ ദൈവം കൽദേറ പട്ടണമായ ഊരിൽ നിന്നും ദൈവം അയച്ചുവെങ്കിൽ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് ദൈവം അയച്ചെങ്കിൽ ദൈവം യാത്ര അയപ്പിക്കുന്ന ദൈവമാണ്. നന്മയിലേക്ക് നടന്ന ദൈവമാണ്. ദൈവം യാത്രയ്ക്ക് വേണ്ടി അത് പാസ്പോർട്ട് കൈവച്ചു വലിയൊരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് 2 ആഴ്ച മുമ്പ് ജലദോഷമായിരുന്നു. അപ്പൊ മൂക്കിങ്ങനെ അടഞ്ഞിരിക്കുമായിരുന്നു, മൂക്കിന്റെ 2 വശവും. അപ്പൊ ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞ് രോഗങ്ങൾ, ഏത് രോഗമായാലും അത് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് എന്റെ മൂക്കിന്റെ ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോ ഈ പ്രയറിനിരുന്നപ്പോ തന്നെ വയറുവേദന വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തില് ഉള്ളറകളിലേക്ക് ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിന് മാറിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടും മാറി. എനിക്ക് പൂർണ്ണമായിട്ടും ജലദോഷം മാറി. 2 ആഴ്ച കൊണ്ടുള്ളതായിരുന്നു. ആ വയറുവേദന മാറി അല്ലേ? നന്ദി യേശുവേ. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ വയറുവേദന ഉണ്ടായിരുന്നു, ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വചനം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അത്ഭുതകരമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പറയാണ്. എനിക്ക് ഒരു 4 മാസത്തോളായി ഈ ഒരു ബ്ലീഡിങ് ആയിട്ട്. ഡോക്ടറെ കാണിച്ചിട്ട് ഇതുവരെ ആക്കൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാനിപ്പോ ഒരു 3 ആഴ്ചയായി ഞാൻ ഈ ഒരു പ്രേയറിൽ ഞാൻ കൂടുന്നു. ആ സമയത്ത് ആ പ്രേയർ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ വയറ്റിന് കൈ വെച്ചിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാറ്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ബ്ലീഡിങ് നിന്ന്. വളരെ സന്തോഷം. എനിക്ക് പുറത്തൊക്കെ പോകുമ്പോൾ വളരെ പ്രയാസം ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ട് പോകാൻ. പക്ഷെ എനിക്കിപ്പോ പാടെ നിന്ന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഡോക്ടറെ കാണിച്ചിട്ടില്ല. വളരെ സന്തോഷമായി. ബ്ലീഡിംഗ് ആണ് സിസ്റ്റർ പറഞ്ഞത്? ബ്ലീഡിങ്. എത്ര നാളെ സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 4 മാസം. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. DNC കഴിഞ്ഞിട്ടും എനിക്ക് നിന്നിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്കത് മനസ്സിലായി. ഓപ്പറേഷൻ ആണോ? ഓപ്പറേഷൻ ചെറിയ DNC ആണ്. ഓപ്പറേഷൻ മാതിരി തന്നെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഞാനൊരു 3 ആഴ്ചയായി ഇപ്പൊ ഞാൻ ഈ പ്രേയറിൽ ഞാൻ കൂടണ്. ആ സമയത്ത് ഞാൻ വയറ്റിൽ കൈ വെച്ചിട്ടാണ് ഫാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വയറ്റിൽ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മാറിയിട്ട് 1 മാസത്തോളായി. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി വന്നെങ്കിലോ എന്ന്. പക്ഷെ എനിക്ക് ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഇന്ന് എന്തായാലും ഞാനിതിൽ കേറിയിട്ട് ഫാസ്റ്ററോട് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് വളരെ സന്തോഷം. നാട്ടിലെവിടെയാ? കേരളത്തിൽ എവിടെയാ സിസ്റ്റർ? ഞാനിവിടെ കോഴിക്കോടാണ്.
നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ദൈവം അനുവദിച്ചാൽ ചിലപ്പം കർത്താവിന്റെ നാമത്തിൽ കണ്ണൂരും ഒക്കെ നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വന്നത് സാക്ഷ്യം പറയണം. ഈ റിപ്പോർട്ടുമായിട്ട് കഴിയുമെങ്കിൽ സാക്ഷ്യം പറയണം. കർത്താവ് അത്ഭുത ദൈവമാണ്. ഇത് വലിയൊരു പ്രശ്നം പറഞ്ഞ തന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടല്ലോ, സഹോദരിമാർക്ക് അറിയാം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ പാഡ് വെച്ചോണ്ട് സിസ്റ്റർ പൊക്കോണ്ടല്ലേ, വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സഹോദരി പറഞ്ഞു കേട്ടില്ല, ഇപ്പൊ പാടില്ല, സർജറി വേണമെന്ന്. സർജറി ചെയ്തതും ശരിയായില്ലല്ലേ? അതാണ് പറഞ്ഞത്. എനിക്കത് മനസ്സിലാക്കും. എനിക്ക് ചിലപ്പോൾ മെഡിക്കൽ ടേംസ് അറിയാത്തോണ്ടാവും. അത് ശരിയായില്ല. പക്ഷെ ഇപ്പൊ സിസ്റ്റർ പറയാണ് 3 ആഴ്ചയായിട്ട് വചനം കേൾക്കുന്നു. ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ 1 മാസമായി. ഇപ്പം ആ ബ്ലീഡിങ് അവിടെ ഇല്ല. ഉണ്ടോ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം വിചാരിച്ചു ഇനി പെട്ടെന്ന് ആയെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതും കഴിയട്ടെ വിചാരിച്ചു. ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പുറത്തേക്ക് പോകാൻ തന്നെ ഡോക്ടറെ കാണിക്കാറില്ല. വളരെ സന്തോഷം. ഇന്ന് ഞാൻ പറയണം എന്ന് വിചാരിക്കും. ഏതായാലും ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങ് സൗഖ്യമാക്കി നന്ദി. ഗോഡ് ബ്ലെസ്. നമുക്ക് നേരി കാണാം ഈ സാക്ഷിയൊക്കെ നേരി കണ്ടിട്ട് ഇതേപോലെ ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന രോഗികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടെ, നിങ്ങളെയും യേശു സൗഖ്യമാക്കും. കേട്ടെ, ആ സൗകര്യം പറഞ്ഞ ഒന്നും ചെയ്തില്ല. ആ പ്രാർത്ഥനാ സമയത്ത് കൈ അങ്ങ് വെച്ചുകൊണ്ടിരുന്ന യേശു പറഞ്ഞ ഒറ്റ കൈ അങ്ങ് വെക്കുക, സൗജന്യമാണ്. യേശുവിന്റെ അടിപ്പണ ഒരാൾ സൗഖ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അബ്രഹാം പിതാവായത് പറഞ്ഞുകൊണ്ടിരുന്നു, കാണുന്നത് വരെ അത് കണ്ടതുപോലെ. സൗഖ്യത്തിനായി നന്ദി യേശുവിന്റെ നാമത്തിന്. മറ്റാരെങ്കിലും ഉണ്ട്? വേഗത്തിൽ പറഞ്ഞു, സമയം നമുക്ക് ഒത്തിരി അതിക്രമിച്ചു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നേ. മമ്മിക്ക് യൂറിനകത്ത് ഇൻഫെക്ഷൻ ആയിരുന്നേ. അപ്പം കഴിഞ്ഞ ദിവസം ആണെങ്കിലും യൂറിൻ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ തലേന്ന് രാത്രിയിലൊന്നും ഉറങ്ങിയില്ല. ഞാനിങ്ങനെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ വയറ്റിൽ തന്നെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പിന്നെ യേശുവിന്റെ അടിപ്പിണര സൗഖ്യം വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഇന്ന് ഞാൻ രാവിലെ ചെന്ന് ചോദിച്ചപ്പോഴേ യൂറിൻ നല്ലോണം രാത്രിയിൽ പാസ്സായി, നല്ലോണം ഉറങ്ങാൻ പറ്റിയെന്ന്, സൗഖ്യമായെന്ന് പറയാനിടയായി. നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് വിടുവിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെയൊക്കെ ഒന്ന് നിർത്തുന്നു. ബാക്കി നമുക്ക് പിന്നെയും കേൾക്കാം. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് വലിയ പ്രവൃത്തികളാൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ സാക്ഷ്യമായി കർത്താവ് നമുക്ക് വലിയ സാക്ഷ്യമായിട്ട് മുന്നോട്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന്റെയും ദൈവത്തിന്റെ ശക്തിയുടെയും വലിയ കൃപകളാൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വൻ കൃപകളാൽ കർത്താവ് തരുമാറാകട്ടെ. നിങ്ങൾ ഈ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലെ കാണുന്നവര് ചുമ്മാ നിങ്ങൾ കമന്റുകൾ ഇടാതെ നിങ്ങൾ സുവിശേഷം കേൾക്കുക. അനാവശ്യമായിട്ടുള്ള കമന്റുകൾക്ക് മറുപടി പോലും കൊടുക്കാൻ പോകരുത്. എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മൽപ്പിടിക്കാൻ സമയമില്ല. അനേക തകർന്ന ഭവനങ്ങളിലേക്ക് ദൈവം നമ്മളെ അയക്കാൻ വേണ്ടി പോകുന്നു. പിശാചിന്റെ പുറകെ പോകാൻ സമയമില്ല. ക്രൂശിൽ യേശു തകർത്തതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകണ്ട. കമന്റുകൾക്ക് മറുപടി പോലും കൊടുക്കാൻ പോകണ്ട. ഇനി ബ്രദറിനെ കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഇഷ്ടപ്പെടാൻ കഴിയാത്ത രീതിയിൽ പിശാചിന് എവിടെയൊക്കെയോ അടികൊള്ളുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കും. നിങ്ങളെപ്പോഴും ഓർത്തോണം, ആലോചനകൾ കേൾക്കുമ്പോൾ നിങ്ങളത് എഴുതി വെക്കുകയോ നോട്ട് ചെയ്യുകയോ ചെയ്യുക. എന്നോട് രണ്ടാമത് ചോദിച്ചാൽ ഒരു രക്ഷയില്ല, ഞാനത് മറന്നു പോകും. കാര്യം കർത്താവ് തരുന്ന ആലോചന ഞാനത് ഷെയർ ചെയ്യുന്നുള്ളത് റെക്കോർഡഡ് ആണ്, ലൈവിലോട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് മീറ്റിങ്ങുകൾ ലൈവാണ്. അതുകൊണ്ട് ആലോചനകൾ എഴുതി വെക്കുക, പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, ഏറ്റുപറയുക. ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ ഏറ്റുപറയുക. അത് നിവൃത്തിയിലേക്ക് ദൈവം കൊണ്ടുവരും. എല്ലാ ദിവസവും ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഇതോടെ തന്നെ ചെറിയൊരു വചനം, പ്രാർത്ഥന, ആലോചന ദൈവം ഇടപെടുന്നത് അതിൻ്റെ അകത്തുണ്ട്. അത് കേൾക്കുക, അനേകർക്ക് കൊടുക്കുക. എന്ന് കേട്ടതുപോലെ തന്നെ രോഗികളായിരിക്കുന്നവർ, തകർന്നിരിക്കുന്നവർ, ദൈവം അവരെയൊക്കെയും ഇടപെടാൻ നടത്തിരും. എന്തെങ്കിലും മുടങ്ങിയാൽ നിങ്ങൾ എന്നെ ഒന്ന് എൻകറേജ് ചെയ്യണം. ബ്രദറെ ഇന്ന് വന്നില്ല, എന്നെ കൊണ്ടൊന്ന് ബലപ്പെടുത്തിക്കോണം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാനും എന്ത് ചെയ്യും, ചില ദിവസങ്ങളിലൊക്കെ അത് മറന്നു പോകാനും ചിലപ്പോൾ നമുക്കൊരു മടിയൊക്കെ പോലെയൊക്കെ വന്നെന്നിരിക്കും. മടി എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളാൽ, മടി എന്ന് വെച്ചിരിക്കുന്നത് ചെയ്യാൻ മടിയായിട്ടല്ല, പല കാരണങ്ങളാൽ മാറിപ്പോയെന്നിരിക്കും. പക്ഷെ ബ്രദറെ കിട്ടിയില്ലെങ്കിൽ
അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ബ്രദറിനെ സുവിശേഷം പറയാൻ പിന്നെയും ശക്തീകരിക്കണം, ഉപയോഗിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് പ്രയോജനപ്പെടണം. അത് നിങ്ങൾ മസ്റ്റായിട്ട് പ്രാർത്ഥിക്കണം. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ, കൂടുതൽ കർത്താവിന് വേണ്ടി അനേകരുടെ സുവിശേഷം അറിയിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. പ്രാർത്ഥന ചെറുതല്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥന ഉണ്ട്, കേരളത്തിൽ മാത്രമല്ല അറൗണ്ട് ദ വേൾഡ്. നമ്മുടെ വിധകളൊക്കെയും ശക്തിപ്പെടുത്തുക. ഇത് പിരിവാന്നും പിടിച്ചു പറയുക എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കതിനകത്തൊന്നും മറുപടിയില്ല. ഹൃദയത്തിൽ അവനവന് തോന്നുന്നത് കൊടുക്കാനാണ് പൗലോസ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, വിതച്ചാൽ മാത്രം പോരാ, നിങ്ങൾ യേശുവിന്റെ സുവിശേഷം പറയണം. രോഗിയെ കണ്ടാൽ പ്രാർത്ഥിക്കണം. തകർന്ന വീട്ടിൽ ചെന്നിട്ട് പറയണം യേശു വിടിവിക്കുമെന്ന് ധൈര്യമായിട്ട് പറ. യേശു വില കൊടുത്തതാണ് പ്രിയരെ, കർത്താവ് വില കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ധൈര്യപ്പെടുത്തുന്നവരെ അവരിലൂടെ കർത്താവ് നിങ്ങളിലൂടെ അവരെ പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുത മന്ത്രിയാണ്.